ഗുഡ് ഈവനിങ്. ഓഡിബിൾ ആണോ ഓൺലൈനുള്ളവർക്ക്? കേൾക്കാമോ? കേൾക്കാമോ ഓൺലൈനുള്ളവർക്ക്? ഒന്ന് മെസ്സേജ് ഇടാം. ഓക്കെ. ഓൺലൈനുള്ളവർക്ക് മെറ്റീരിയൽ ഇന്ന് ക്ലാസ് കഴിയുമ്പോൾ തരാം. നിങ്ങൾ ബാക്കി ഇവിടെ ഓഫ്ലൈനുള്ളവർക്ക് പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. ബോർഡിൽ ഞാൻ ആവശ്യത്തിന് കാണിച്ചു തരാം. ഓക്കെ. നമുക്ക് മലയാളം നമ്മൾ കഴിഞ്ഞ ദിവസം ഓറിയൻറ്റേഷൻ്റെ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു നമ്മൾ എന്താണ് പഠിക്കാനുള്ളത്, എങ്ങനെയാണ് പഠിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പരിശോധിക്കുന്ന ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് മലയാളത്തിലെ ചെറുകഥ സാഹിത്യത്തിൻ്റെ ചരിത്രമാണ്. നമ്മൾ പേപ്പർ 1-ൽ 2 ഭാഗങ്ങൾ പറഞ്ഞിരുന്നു. ഒന്ന് നമ്മൾ ഭാഷാ ചരിത്രമാണ് പഠിക്കുന്നതെന്ന് സൂചിപ്പിച്ചിരുന്നു, അതിൻ്റെ ആദ്യത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം സാഹിത്യ ചരിത്രമാണെന്ന് സൂചിപ്പിച്ചിരുന്നു. ഇതിൽ സാഹിത്യ ചരിത്രത്തിൽ നമ്മൾ മലയാളത്തിലെ വ്യത്യസ്ത സാഹിത്യ രൂപങ്ങൾ, കവിതകൾ, കഥ, അതുപോലെ തന്നെ കഥയിൽ തന്നെ നോവൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒരു യൂണിറ്റാണ് മലയാള ചെറുകഥയുടെ സാഹിത്യം. ചെറുകഥ എന്ന് പറയുന്നത് ചെറുകഥ എന്ന രീതിയിൽ തന്നെ പറയാം. കഥ എന്ന് പറയുമ്പോൾ എല്ലാം അതിനകത്ത് വരും. ചെറുകഥ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് മലയാളത്തിൽ ഈ ചെറുകഥ എന്ന് പറയുന്ന സാഹിത്യ രൂപം ഉണ്ടായത്, അല്ലെങ്കിൽ അത് ഏതെല്ലാം ഓരോ കാലഘട്ടത്തിൽ എങ്ങനെയാണ് വളർന്ന് വികസിച്ചത്, ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ യൂണിറ്റ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ യൂണിറ്റിൻ്റെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോഴേ UPSC രീതിയിൽ തന്നെയുള്ള നിങ്ങളുടെ പഠനം തുടങ്ങുക. ക്ലാസ് നിങ്ങൾക്ക് വളരെ രസകരമായി കേട്ടിരിക്കാം. ക്ലാസ്സിലെ ആശയങ്ങൾക്കപ്പുറത്ത് നിങ്ങൾ ഈ ആദ്യ ദിവസം തൊട്ട് തന്നെ UPSCക്ക് വേണ്ടി ഒരു ഓപ്ഷണൽ വിഷയം എങ്ങനെ പഠിക്കണം എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നോട്ട് എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഓരോ യൂണിറ്റിനും ഒരു ഡിമാൻഡുണ്ട്. അതായത് ഈ യൂണിറ്റ് നമ്മൾ എന്തിനു പഠിക്കുന്നു, ഏത് തരത്തിൽ നമ്മൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം എന്നുള്ളത്. അപ്പോൾ ഈ സാഹിത്യ ചരിത്രം നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്, സാഹിത്യ ചരിത്രങ്ങളെല്ലാം പഠിക്കുന്നത് ഓരോ സാഹിത്യ രൂപത്തിലും ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളെ പരിചയപ്പെടാനാണ്. നമ്മൾ സാഹിത്യ പ്രസ്ഥാനങ്ങൾ എന്നാണ് പൊതുവിൽ പറയുക. ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ശരിക്കും സാഹിത്യപരമായൊരു വാക്കാണ്. ഓരോ കാലഘട്ടത്തിലും കഥകൾക്ക് എങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുന്നു, ആ മാറ്റങ്ങളെ നമ്മൾ ഏത് പേരിലാണ് അടയാളപ്പെടുത്തുന്നത്, ഇത് നമ്മൾ പരിചയപ്പെടണം. എന്താണ് ആ മാറ്റങ്ങളുടെ കാരണം, ഓരോ കാലത്ത് എഴുത്തുകാരിലുണ്ടായിട്ടുള്ള മാറ്റം എന്താണെന്ന് അടയാളപ്പെടുത്താൻ. രണ്ടാമത്തെ കാര്യം, ഈ ഓരോ പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളിലും കടന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട എഴുത്തുകാരെ പരിചയപ്പെടണം. സാഹിത്യകാരന്മാർ, എഴുത്തുകാർ. അപ്പോൾ മലയാളത്തിലെ മുഴുവൻ സാഹിത്യകാരന്മാരെയൊന്നും പരിചയപ്പെടുക സാധ്യമല്ല. പക്ഷേ ഈ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട പലരുടെ പേരുകൾ നമ്മൾ പഠിക്കും, അവരുടെ എഴുത്തുകളെക്കുറിച്ച് സംസാരിക്കും, അവരെങ്ങനെയാണ് സാഹിത്യത്തിൽ മാറ്റം കൊണ്ടുവന്നത്. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ സാഹിത്യ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത്. ഓരോ കാലഘട്ടത്തിലും സാഹിത്യത്തിന് സംഭവിച്ച മാറ്റം എന്താണ്, അതോടൊപ്പം തന്നെ ഈ സാഹിത്യ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുള്ള എഴുത്തുകാരൊക്കെയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ചോദ്യം വരുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ പഠിക്കുന്ന വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, തകഴി കേശവദേവ്, പൊൻകുന്നം പറക്കി, ഇവർ മലയാള ചെറുകഥയിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒരു ചോദ്യമാണ്, ഒരു തവണ UPSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ബഷീർ കഥകളിലെ ഹാസ്യ സാഹിത്യം എങ്ങനെ, ഹാസ്യ സ്വഭാവം എങ്ങനെ വിലയിരുത്താം? ഇതാണ് ചോദ്യത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചോദ്യത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ എഴുത്തുകാരെ പരിചയപ്പെടണം. ഇപ്പോൾ ഒരു പേര് കേൾക്കുമ്പോൾ ആ എഴുത്തുകാർ ഏത് കാലഘട്ടത്തിലാണ് കഥകൾ എഴുതിയതെന്ന് നമുക്ക് ഓർമ്മ വരണം. ഈ രീതിയിൽ നമ്മൾ വളരെ എളുപ്പത്തിൽ ഓർത്തിരിക്കാവുന്ന കാര്യങ്ങളെ നമ്മളിതിൽ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ നോട്ട് എടുക്കുന്ന സമയത്ത് സാഹിത്യ പ്രസ്ഥാനത്തെയും എഴുത്തുകാരെയും ഒക്കെ പരിചയപ്പെടുന്ന തരത്തിൽ തന്നെ തുടക്കം മുതലേ പോവുക എന്നുള്ളതാണ്. നമുക്ക് പഠിക്കുന്ന വിഷയത്തിലേക്ക് വരാം. മലയാള ചെറുകഥ, അതിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അത് ഒരുപാട് വലിയ പഴക്കമുള്ള ഒന്നുമല്ല. 150 വർഷങ്ങൾക്ക് താഴെ മാത്രമേ മലയാള ചെറുകഥാ സാഹിത്യത്തിന് പഴക്കമുള്ളൂ. എന്ന് വെച്ചാൽ 150 വർഷത്തെ ചരിത്രമേ നമുക്കിന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്നുള്ളൂ. 1890-കൾ, 1880-കളുടെ അവസാനം അല്ലെങ്കിൽ 90-കൾ മുതൽ നമ്മളിപ്പോൾ ഇന്ന് എത്തി നിൽക്കുന്ന 2025 വരെയുള്ള ഒരു കാലഘട്ടത്തെയാണ് ശരിക്കും നമ്മൾ ഈ മലയാള ചെറുകഥയുടെ സാഹിത്യ ചരിത്രത്തിൽ പരിചയപ്പെടുന്നത്. ഇതുവരെ ചെറുകഥയിൽ സംഭവിച്ചിട്ടുള്ള പരിണാമങ്ങളെ നമ്മുടെ പഠന സൗകര്യത്തിന് വേണ്ടിയും പ്രത്യേകിച്ച് ഇതിൽ ഗവേഷണം നടത്തിയിട്ടുള്ള ആളുകൾ അതിൻ്റെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കി 4ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കാലഘട്ടത്തെ പ്രാരംഭഘട്ടം, ഉദയഘട്ടം എന്നൊക്കെയാണ് പലരും പേര് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ചെറുകഥ അല്ലെങ്കിൽ കഥാസാഹിത്യം ഉണ്ടാകുന്ന കാലഘട്ടം,
അതിനെ പ്രാരംഭഘട്ടമെന്നോ ഉദയഘട്ടമെന്നോ പേര് കൊടുക്കാം. മെറ്റീരിയൽ എടുത്തോ. ഞാനിപ്പോൾ ബോർഡിൽ എഴുതുന്നതിൽ ഭൂരിഭാഗം കാര്യങ്ങളും നിങ്ങളുടെ മെറ്റീരിയൽ ഉള്ളത് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്കത് എന്താണെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതൊന്ന് പറഞ്ഞു പോകുന്നത്. ഒന്നാമത്തെ കാലത്തെ നമ്മൾ പ്രാരംഭഘട്ടം എന്ന് പറയും. ഏകദേശം 1880-കൾ മുതൽ 1900 വരെയുള്ള ഒരു കാലഘട്ടം, 1900, 1910 വരെയൊക്കെ വേണമെങ്കിൽ എഴുതുന്നത്. കറക്റ്റ് കാലമല്ല ഞാൻ പറയുന്നത്, ഏകദേശം ഒരു 30 വർഷത്തെ കാലത്തെ നമുക്ക് വേണമെങ്കിൽ ഈ പ്രാരംഭഘട്ടം എന്ന് അടയാളപ്പെടുത്താം. രണ്ടാമത്തെ ഘട്ടം അറിയപ്പെടുന്നത് നവോത്ഥാനകാല ചെറുകഥ എന്നാണ്. നവോത്ഥാനകാല ചെറുകഥ എന്നാണ് ചെറുകഥയുടെ ചരിത്രത്തിൽ ഒട്ടുമിക്ക ചെറുകഥാ സാഹിത്യ ഗവേഷകരോ അല്ലെങ്കിൽ അതിലെ ചരിത്രം പഠിച്ചിട്ടുള്ളവരൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മലയാളത്തിൽ നമ്മൾ എവിടെ നിന്നാണ് ഈ കണ്ടൻ്റൊക്കെ എടുക്കുന്നത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് സാഹിത്യ ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ ചെറുകഥയെ സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കൃതിയാണത് മലയാള ചെറുകഥ ഇന്നലെ ഇന്ന്. പുസ്തകം നിങ്ങൾ വാങ്ങി വായിക്കേണ്ട കാര്യമൊന്നുമുള്ളതല്ല. UPSC അതുമാത്രം പരന്ന വായനയുടെ ആവശ്യം ശരിക്കുമില്ല. അതേസമയം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യത്തെ പഠനമൊക്കെ കഴിഞ്ഞ് പിന്നീട് റെഫറൻസ് ഒക്കെ ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മൾ ഇത് ആരെയൊക്കെ വായിക്കണം എന്നുള്ളത് നിങ്ങളുടെ മെറ്റീരിയലുണ്ട്. എന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് പേരുണ്ട്. ഇത്രയും നമുക്ക് ആവശ്യമില്ല. പ്രധാനപ്പെട്ട ആളുകളെ നമ്മൾ വായിച്ചാൽ മതി. അത് മെറ്റീരിയലുണ്ട്. അപ്പോൾ ആ എഴുത്തുകാരെ കൂടുതലായി പരിചയപ്പെടാൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പുസ്തകം ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ വേറെയും പുസ്തകങ്ങളുണ്ട്. മലയാള ചെറുകഥയുടെ ചരിത്രം എന്ന പേരിൽ MM ബഷീറിൻ്റെ ഒരു പുസ്തകമുണ്ട്. അപ്പോൾ ആ പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ മലയാള ചെറുകഥാ സാഹിത്യ ചരിത്രം എന്നാണ് MM ബഷീറിൻ്റെ പുസ്തകത്തിൻ്റെ പേര്. അതുപോലെ സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ വന്ന KM ജോർജിൻ്റെ പുസ്തകമുണ്ട്. നിങ്ങളുടെ മെറ്റീരിയൽ അതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇവരെ മിക്ക ആളുകളും പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ ഘട്ടത്തിന് പൊതുവായി കൊടുത്തിരിക്കുന്ന പേര് നവോത്ഥാനകാല ചെറുകഥ എന്നാണ്. ആ പേരിൻ്റെ ഐഡിയ പോലെ തന്നെ ശരിക്കും നമ്മൾ പരിശോധിച്ചാൽ 1910 മുതൽ ഏകദേശം 1950 വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കേരളത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാവുന്നതും നമ്മൾ സാമുദായിക പരിഷ്കരണം നടക്കുന്നതും SNDP NSS പോലെയുള്ള സംഘടനകൾ ഉണ്ടാകുന്നു, രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ ആ കാലഘട്ടത്തിൽ എഴുത്തിനെയും സ്വാധീനിച്ചു. അതുകൊണ്ട് ആ കാലത്തുണ്ടായ ആ കാലത്തെ എഴുത്തുകാർ തന്നെ ഈ മാറ്റങ്ങൾക്ക് വേണ്ടി കഥകൾ എഴുതി. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിലെ എഴുത്തിനെ നമ്മൾ നവോത്ഥാനകാല ചെറുകഥ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഘട്ടം 1950-കൾ മുതലുള്ള കഥകളാണ്. 1950-കൾ മുതൽ 1980-90 വരെ. 1980 ഞാൻ എഴുതാം. 80-കളുടെ അവസാനത്തോടു കൂടി 90-കളുടെ ആരംഭത്തോടു കൂടിയാണ് അടുത്തൊരു ഘട്ടം വരുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിലെ കഥ അറിയപ്പെടുന്ന ആധുനിക ചെറുകഥ എന്നാണ്. ആധുനിക ചെറുകഥ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞത് ഇംഗ്ലീഷ് എന്നല്ല, പാശ്ചാത്യ സാഹിത്യത്തിൽ മൊത്തത്തിലുണ്ടായിട്ടുള്ള മോഡേണിസം എന്ന് പറയുന്ന ഒരു തിയറിയെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ തിയറിയുടെ ചില സ്വാധീനങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടുള്ളൊരു ചെറുകഥയാണ് ആധുനിക ചെറുകഥ. ഈ കാലഘട്ടത്തിലാണ് ആധുനികത എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ആധുനിക ചെറുകഥ എന്ന് പൊതുവിൽ പറയെങ്കിലും ആധുനികത എന്ന് തന്നെയാണ് ആ വാക്ക്. ആ കാലഘട്ടത്താണ് MTA പോലുള്ള എഴുത്തുകാരൊക്കെ വരുന്നത്. അപ്പോൾ അവരുടെ ആ കാലഘട്ടത്തിൽ ഇവരെന്താണ് കഥയെക്കുറിച്ച് ചിന്തിച്ചത്, ഇവരുടെ കഥകളുടെ പ്രത്യേകത എന്താണ്, ഇതാണ് നമ്മൾ ഇതിൽ പരിചയപ്പെടുന്നത്. 1980-കൾക്ക് ശേഷം ഈ കാലഘട്ടം ഞാൻ എഴുതുന്നത് നിങ്ങൾ അത്ര സ്പെസിഫിക് ആയിട്ടൊന്നും വിചാരിക്കേണ്ട. ഇതൊന്നും നമുക്ക് UPSCക്ക് ആവശ്യമില്ല. അല്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമേ പറയുള്ളൂ. UPSC ഇതിലെ എഴുത്തുകാർ ചോദിക്കും, ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ചോദിക്കും. വർഷമൊന്നും ഇവിടെ മാറ്റർ അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി 1980-കൾക്ക് ശേഷം മലയാളത്തിൽ വീണ്ടും ചെറുകഥകൾ ഉണ്ടാവുന്നു. അതിന് നമ്മൾ ഉത്തരാധുനിക ചെറുകഥ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. പോസ്റ്റ് മോഡേണിസം എന്നാണ് പാശ്ചാത്യ സാഹിത്യത്തിൽ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഉത്തരാധുനിക ചെറുകഥ. ഇപ്പോഴുള്ള എഴുത്തുകാരെ നമ്മൾ ഉത്തരാധുനിക എഴുത്തുകാർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവരെയാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക ചരിത്രവും കേരളത്തിൻ്റെ ഒരു സാമൂഹിക മാറ്റങ്ങളും ഒക്കെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് മറ്റേത് സാഹിത്യ രൂപം പോലെ ചെറുകഥയും മലയാളത്തിൽ വളർന്നു വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെറുകഥാ സാഹിത്യത്തിൽ ഓരോ കാലഘട്ടത്തിലും പ്രധാനമായി നടന്നിട്ടുള്ള മാറ്റങ്ങളെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇത് ക്ലാസ്സുകളിൽ പരിശോധിക്കുന്നത്. നിങ്ങൾ ഓൺലൈനുള്ളവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, നിങ്ങൾക്ക് വോയിസ് ഓൺ ആക്കിയിട്ട്. അതെല്ലാം സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടുകയും ചെയ്യാം. നിങ്ങൾ ക്ലാസ് പോകുന്ന സമയത്ത് എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഞാൻ വേറെ ഇൻട്രോ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. മലയാള ചെറുകഥയുടെ വളർച്ച എങ്ങനെയായിരുന്നു, ഇത് എങ്ങനെ രൂപപ്പെട്ടു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒട്ടുമിക്ക ഗദ്യ സാഹിത്യ രൂപങ്ങളും എന്ന് വെച്ചാൽ ചെറുകഥ, നോവൽ തുടങ്ങിയ എല്ലാ ഗദ്യ സാഹിത്യ രൂപങ്ങളും ഈ പാശ്ചാത്യ സാഹിത്യ സ്വാധീനത്തിൽ നിന്നാണ് കേരളത്തിൽ രൂപപ്പെടുന്നത്. മലയാളത്തിൽ ഇപ്പോൾ നാടകം, അതുപോലെ നോവൽ,
ചെറുകഥ, ജീവചരിത്രം, ആത്മകഥ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇംഗ്ലീഷുകാർ ഇവിടെ വന്ന് അവരിവിടെ വിദ്യാഭ്യാസമൊക്കെ കൊണ്ടുവന്ന് അവരുടെ കൃതികൾ ഇവിടേക്ക് കൊണ്ടുവന്നു. അവരിവിടെ തന്നെ കൃതികൾ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മുടെ ഇവിടേക്ക് ഭരിക്കാൻ വന്ന ആളുകൾ അല്ലെങ്കിൽ ഇവിടെ പിന്നീട് കോളനിയൊക്കെ ഉണ്ടാക്കിയ ആളുകളിൽ നിന്നാണ് നമ്മുടെ ഇതിനെല്ലാം നമുക്ക് പരിചയപ്പെട്ടത്. അത്തരത്തിൽ പക്ഷേ മലയാളത്തിൽ ചെറുകഥാ സാഹിത്യം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലങ്ങനെ പാശ്ചാത്യ എഴുത്തുകാർ കാര്യമായിട്ടൊന്നും കൈകടത്തിയിട്ടില്ല. അവരുടെ ഒരു സാഹിത്യ പരിചയത്തിൻ്റെ പുറത്താണ് മലയാളത്തിലേക്കും ഈ ചെറുകഥാ സാഹിത്യം കടന്നു വരുന്നത്. നമ്മൾ 19-ാം നൂറ്റാണ്ടിൻ്റെ പുത്രി എന്നൊക്കെ ചെറുകഥയെക്കുറിച്ച് പറയാറുണ്ട്. ശരിക്കും 1800-കളുടെ അവസാനമാണ് വരുന്നതെങ്കിലും 19-ാം നൂറ്റാണ്ടിൻ്റെ പുത്രി എന്ന് പറയുന്നുണ്ട്. കാരണം 19-ാം നൂറ്റാണ്ടിലാണ് ഇത് വളരെ ശക്തമായിട്ട് വളർന്നു തുടങ്ങുന്ന അർത്ഥത്തിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ പുത്രി എന്നൊക്കെ ചെറുകഥയെ വിശേഷിപ്പിക്കാറുണ്ട്. എന്താണ് ചെറുകഥ അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? UPSCക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ പഠനത്തിന് ആവശ്യത്തിന് നിങ്ങൾ പല കാര്യങ്ങളും നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കാനാണ്. നമ്മൾ ഇതുവരെ കേട്ടിട്ടൊരു വാക്കായിരിക്കും അല്ലേ കഥ, ചെറുകഥ. ശരിക്കും ചെറുകഥ എന്ന് നമ്മൾ എന്തിനാണ് ചെറുകഥയും നോവലും എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്? നോവലിൽ കാലഘട്ടം ഓക്കെ, ടൈം പീരീഡ് ഉണ്ടാവും. ചെറുകഥയിൽ എന്താ പ്രത്യേകത അങ്ങനെയാണെങ്കിൽ? ഓക്കെ, അതായത് നോവലിൽ വലിയൊരു കാലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, കാലമുണ്ട്. നോവൽ എന്ന് ചെറുകഥ എന്ന് പറയുമ്പോൾ ഒരു വലിയ കാലം ഇല്ല അതിനകത്ത് എന്നുള്ളതാണ് ഒരു ഒബ്സർവേഷൻ പറഞ്ഞത്. മലയാളം അല്ലേ? ആ മെറ്റീരിയൽ ഒരെണ്ണം എടുത്തോ, മെറ്റീരിയലും മറ്റേതും എടുത്തോ, രണ്ടും ഓരോന്നും ഓക്കെ. അതൊരു നല്ല ഒബ്സർവേഷനാണ്. പൂർണ്ണമായ അർത്ഥത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായില്ല എന്നാൽ പോലും ഒരു വലിയ കാലഘട്ടം ഉണ്ടാവണം നിർബന്ധമില്ല, അല്ലെങ്കിൽ ഒരു കാലഘട്ടം തന്നെ ആവണമെന്നുമില്ല നോവലിൽ. ചിലപ്പോൾ കാലം വളരെ വലുതാണ് നോവലിൽ പലപ്പോഴും. ചെറുകഥയിൽ കാലം ഉണ്ടാവണം എന്നില്ല, അല്ലെങ്കിൽ ചെറുതാണ് കാലമല്ല, ചിലപ്പോൾ സമയമൊക്കെ ആയിരിക്കും, കുറഞ്ഞ സമയമാണ്. ഓക്കെ, കാലവും ചെറുകഥ ആയിക്കൂടെ? വലിയൊരു കാലത്തിലുള്ള സംഭവങ്ങളെ ചെറുകഥയാക്കി പറയാൻ പറ്റുമോ? വേണമെങ്കിൽ പറ്റും. ഓക്കെ, അത് പക്ഷേ ആ കാലം എന്ന് പറയുന്നത് അതിൻ്റെ വലുപ്പം എന്ന കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ടൈം ലൈൻ നോവലിൽ വളരെ കൂടുതലാണ്, ചെറുകഥ അതിൽ അത്രയില്ല. വേറെ ചെറുകഥയാക്കി ചെറുകഥ എന്നുള്ള പേരിനെ നമ്മൾ ശരിക്കും നമ്മൾ ഈ കഥ എന്നൊക്കെ പറയുമ്പോഴേ ഇതൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു എന്താ പറയുക നിയമമൊക്കെ ഉണ്ടാക്കിയിട്ട് തുടങ്ങുന്നൊരു സാധനമല്ല. വളരെ സ്വാഭാവികമായി മനുഷ്യന് വളരെ പഴയ കാലം തൊട്ട് തന്നെയുള്ള മനുഷ്യൻ്റെ ഒരു കഴിവാണ് കഥ പറയുക എന്നുള്ളത്. കഥ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പണ്ട് കാലത്ത് ഭാഷയൊക്കെ ഇങ്ങനെ രൂപപ്പെടുന്നതിന് മുമ്പേ ഇപ്പോൾ വേട്ടയ്ക്കൊക്കെ പോകുന്ന മനുഷ്യൻ്റെ ഏറ്റവും പഴക്കമുള്ള മനുഷ്യൻ്റെ അതിജീവനത്തിൻ്റെ കഥകളിൽ കാട്ടിലൊക്കെ പോയിട്ട് വരുന്നവർ അവിടെ കണ്ട കാര്യങ്ങളെക്കുറിച്ച് അവർ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതിന് പ്രത്യേക ഭാഷയൊന്നും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ചിത്രങ്ങളായിരിക്കാം, ആംഗ്യ ഭാഷയായിരിക്കാം, ചിലപ്പോൾ ചില കാര്യങ്ങൾ കാണിച്ചു കൊടുത്തായിരിക്കാം. ഇതിങ്ങനെ വളർന്നാണ് ഈ കഥ പറയുക എന്നുള്ള ഒരു ഇത് മനുഷ്യനിൽ കാലങ്ങളായിട്ട് രൂപപ്പെട്ടില്ല. നമ്മുടെ പഴയ ഗുഹാചിത്രങ്ങളിലൊക്കെ കഥ പറച്ചിൽ തന്നെയാണുള്ളത്. അടുത്ത വരുന്ന ആളുകൾക്ക് വേണ്ടി അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ട് പോകുന്നതാണ്. പക്ഷേ മലയാളത്തിൽ നമ്മൾ ഇന്ന് ചെറുകഥ എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നത് ഈ കഥ പറച്ചിലിനെ കുറച്ച് നമ്മൾ മനോഹരമാക്കി മാറ്റാൻ അതിനൊരു ഘടനയും അതിനൊരു നിയമമൊക്കെ കൊടുത്തിടത്താണ് ചെറുകഥ എന്നുള്ള പേര് വരുന്നത്. ഷോർട്ട് സ്റ്റോറീസ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ പറയുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയാണ് മലയാളത്തിൽ ചെറുകഥ. ഈ ഷോർട്ട് സ്റ്റോറീസ് എന്നുള്ള ആശയം ഇംഗ്ലീഷിൽ ഈ അലൻ പോയെ പോലെയൊക്കെയുള്ള അലൻ പോ അതേപോലെ ഫ്രഞ്ച് എഴുത്തുകാരൊക്കെ ഈ കഥയെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയ സമയത്ത് അവർ ചില നിർവചനങ്ങൾ അതിന് കൊടുക്കാൻ ശ്രമിച്ചു. ഹഡ്സൺ, അലൻ പോ തുടങ്ങിയ ആളുകളൊക്കെ അവർ പറഞ്ഞൊരു ആശയം വെച്ച് നമ്മൾ വായിച്ചാൽ കുറച്ചും കൂടി നമുക്ക് ഐഡിയ ക്ലിയർ ആവും. ബാഹ്യമോ ആഭ്യന്തരമോ ആയ ഒരൊറ്റ സംഭവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാവനാ സൃഷ്ടി എന്നാണ് ഹെൻറി പറഞ്ഞത്. ഈ നേരത്തെ പറഞ്ഞ കാലവുമായിട്ട് അതിന് ബന്ധമുണ്ട്. അതായത് ഒരൊറ്റ സംഭവമായിരിക്കും ചെറുകഥയിൽ ഉണ്ടാവുക. അതായത് നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു കാലം ഉണ്ടാവില്ല, ഒരു സംഭവത്തിന് പ്രാധാന്യം ഉണ്ടാവും. വേറൊരു നിർവചനം പറഞ്ഞത് ഒരു ചെറുകഥയിൽ ഒരേ ഒരു ആശയത്തെ മാത്രമേ നിബന്ധിക്കാവൂ എന്ന് വെച്ചാൽ ഒരുപാട് സംഭവങ്ങളെ വിവരിക്കുന്നതാവരുത്, ഒരു സംഭവത്തെ, ഒരു വികാരത്തെ, ഒരു അനുഭവത്തെ തീവ്രമായി ആവിഷ്കരിക്കുന്നതാണ് ചെറുകഥ. അങ്ങനെ ഒരു ഘടനയൊക്കെ 1800-കളിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഘടനയിലൊക്കെ അടയാളപ്പെടുത്തിയിട്ടുള്ള മലയാള ചെറുകഥയുടെ ചരിത്രമാണ് നമ്മൾ 1880-കളുടെ അവസാനത്തിൽ ആരംഭിക്കുന്നതെന്ന് പറയുന്നത്. അതിനു മുമ്പും ഈ പറയുന്ന പോലെ എഴുതി വെച്ചിട്ടുള്ള കഥകൾ പോലെയുള്ള സാധനങ്ങളുണ്ട്. ഉപദേശ കഥകളോ അനുഭവ കഥകളോ ഒക്കെ ഉണ്ടാകാം. പക്ഷെ ചെറുകഥയുടെ രൂപം, നമ്മളൊരു കഥ വായിക്കുന്നു, അതിലേക്ക് കഥയുടെ രസം പിടിച്ച് നമ്മളത് അനുഭവിക്കുന്നു, എത്തുന്നത് ചിലപ്പോൾ ഈ പറഞ്ഞൊരു കാലഘട്ടത്തിലായിരിക്കും. ഓക്കെ, നമുക്ക് മലയാളത്തിലെ ചെറുകഥയുടെ ആദ്യഘട്ടത്തെ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ ഇപ്പോൾ ഈ ഭാഗത്ത് നിന്ന് UPSC ചോദ്യം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുവരെ ഇവിടെ നിന്ന് ആളുകളുടെ പേരൊന്നും എടുത്ത് ചോദിച്ചിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾ പ്രസ്ഥാനത്തെ പരിചയപ്പെടണം, എഴുത്തുകാരെ പരിചയപ്പെടണം. പക്ഷേ ഈ ഭാഗത്തുനിന്ന് എഴുത്തുകാരെടുത്ത് ചോദിച്ചിട്ടില്ല. കാരണം ഒരു എഴുത്തുകാരൻ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു കാലഘട്ടമല്ല ഇത്. ഇവിടെ എന്താ വെച്ചാൽ കുറേ എഴുത്തുകാരുണ്ട്,
അവരുടെ എല്ലാം ഒരുപാട് കഥകളൊന്നുമില്ല, കുറച്ച് കഥകൾ നമുക്ക് കണ്ടു കിട്ടിയിട്ടുണ്ട്. ആ കഥകൾക്കൊക്കെ ചില പ്രത്യേകതകളുണ്ട്. അതേസമയം ചോദ്യം വരുന്നത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്തെന്നാണ് UPSC ഇതേവരെ ചോദിച്ചിട്ടുള്ളൂ. ഒരു എഴുത്തുകാരെ എടുത്ത് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി അഥവാ ഒന്നിൽ കൂടുതൽ എഴുത്തുകാരെ എടുത്ത് ചോദിച്ച് അവരുടെ എഴുത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാലും അത് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്. ആരും അങ്ങനെ വ്യത്യസ്തരല്ല ഈ ആരംഭഘട്ടത്തിൽ. നമ്മുടെ മലയാളത്തിൽ കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും ഒന്നാമത്തെ ചെറുകഥ എന്നൊക്കെ പറയുന്നത് വാസനാവികൃതി എന്ന് പറയുന്ന ഒരു കഥയാണ്. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ എന്ന് പറഞ്ഞ ആളാണ് എഴുതിയിരിക്കുന്നത്. ആ കഥ എന്താണെന്ന് വെച്ചാൽ, ഈ കഥകളുടെ ഒരു സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാവാൻ 1-2 കഥ കേട്ടാൽ മനസ്സിലാവും. വാസനാവികൃതി എന്ന് പറയുന്ന കഥ ഒരു കള്ളൻ്റെ കഥയാണ്. കള്ളൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാരമ്പര്യമായി ഈ മോഷണം പാരമ്പര്യ അറിവായി കൈമാറി വന്നിട്ടുള്ള പാരമ്പര്യ തൊഴിലായിട്ട് സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ് ഈ ഇതിലെ നായകൻ. അപ്പോൾ ഈ അക്കാലത്ത് നമ്മളെല്ലാ തൊഴിലുകളും പാരമ്പര്യമായി കൈമാറുന്നത് പോലെ തന്നെ മോഷണവും അദ്ദേഹം വളരെ തലമുറകളായി അദ്ദേഹത്തിന് കുടുംബം ചെയ്യുന്ന കാര്യമാണ്. വളരെ പേരുകേട്ട വ്യക്തിയാണ്. നാട്ടിൽ അത്യാവശ്യം പ്രധാനപ്പെട്ട മോഷണങ്ങളൊക്കെ നടത്തി പോലീസിന് തെളിവൊന്നുമില്ലാതെ ഒരുപാട് തവണ രക്ഷപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പുറത്ത് വന്ന് വീണ്ടും ഇത് തുടരും. അപ്പോൾ അങ്ങനെ അദ്ദേഹം തൻ്റെ മോഷണ കല എന്ന് തന്നെ പറയേണ്ടി വരും, ആ രീതിയിലുള്ള കലയുമായിട്ട് മുന്നോട്ട് പോകുന്ന കാലത്ത് അദ്ദേഹത്തിന് ഒരു ദിവസം ആ നാട്ടിൽ തന്നെ ഒരു പ്രമാണിയായ ഒരാളുടെ മകൻ വന്ന് അദ്ദേഹത്തോട് സഹായം ആവശ്യപ്പെടുകയാണ്. ആവശ്യം എന്താണെന്ന് വെച്ചാൽ, തന്നെ വീട്ടിൽ കയറി തൻ്റെ പിതാവിൻ്റെ കയ്യിൽ ധാരാളം പണവും സ്വർണവും ഒക്കെ ഉണ്ട്, അത് കുറച്ച് മോഷ്ടിച്ച് നിങ്ങളും കുറച്ചെടുത്തോ, കുറച്ച് എനിക്കും തരണം. ഈ പൊതുവിൽ മോഷണം എന്ന് പറയുന്നത് പോക്കറ്റ് അടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ വിചാരിക്കും ഇതിനിടയിൽ ഇവർക്ക് എവിടെ നിന്നാണ് സമയം കിട്ടിയത്. കാരണം ഭയങ്കര തിരക്കുള്ള സ്ഥലത്ത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ പോക്കറ്റിൽ നിന്നൊരു സാധനം എടുക്കുക എന്നുള്ളത്. പോക്കറ്റ് അടിക്കാരെ കുറിച്ച് പറയുന്ന എല്ലാവർക്കും പോക്കറ്റ് അടിക്കാരനാവാൻ പറ്റില്ല. മോഷണം കലയാണെങ്കിലും എല്ലാ കലാകാരന്മാർക്കും നല്ല നീളമുള്ള വിരലുകൾ വേണം, വളരെ നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കാതെ നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുക്കാനുള്ള ആ ഒരു കഴിവ് വേണം എന്നൊക്കെ പറയും. അപ്പോൾ ഇദ്ദേഹത്തിന് അങ്ങനെയുള്ള എല്ലാ കഴിവുണ്ട്. ഇതേവരെ ചെറിയ കേസുകളൊന്നും അദ്ദേഹം പിടിക്കപ്പെട്ടിട്ടേ ഇല്ല. അപ്പോഴാണ് സ്വന്തം വീട്ടിൽ കയറി മോഷ്ടിക്കാൻ ഒരു കൊട്ടേഷനുമായിട്ട് ഒരാൾ വരുന്നത്. അദ്ദേഹം സമ്മതിച്ചു. അത്യാവശ്യം കാശ് കിട്ടും. അദ്ദേഹം വിചാരിച്ചു ഈ ഒരു മോഷണത്തോടുകൂടി പരിപാടിയൊക്കെ നിർത്താം, വലിയ റിസ്ക് ഒന്നും ഇല്ലാത്തൊരു മോഷണമാണ്, കുറച്ച് കാശൊക്കെ കിട്ടുവാണെങ്കിൽ കുറച്ച് കാലം സുഖമായി ജീവിക്കാം, ഇനി മോഷ്ടിക്കാൻ പോകണ്ട. അങ്ങനെ അദ്ദേഹം ആ ഓഫർ സ്വീകരിക്കുന്നു. അങ്ങനെ തൻ്റെ പാർട്ട്ണർ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയുള്ള ആ വീട്ടിൽ തന്നെ മകനുമായിട്ട് അദ്ദേഹം ഒരു വാക്കാലൊരു കരാറൊക്കെ ഉറപ്പിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യം, അദ്ദേഹം മോഷണത്തിൻ്റെ പ്ലാൻ മുഴുവൻ ഞാൻ തയ്യാറാക്കാം, നീ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്, അദ്ദേഹം മോഷ്ടിക്കാൻ കയറുന്ന ദിവസം തൻ്റെ മോഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് പാലിൽ കറുപ്പ് എന്ന് പറയുന്നുള്ള മയക്കുമരുന്ന് കുറച്ച് കലക്കി കൊടുത്ത് അച്ഛനെ ഉറക്കി കിടത്തണം. പണമൊക്കെ എവിടെ ഇരിക്കണമെന്ന് നീ പറഞ്ഞു തരും, ഞാനത് എടുത്ത് ഒരു തെളിവും ഇല്ലാതെ പുറത്തിറങ്ങിക്കോളാം, കുറച്ച് കാലത്തേക്ക് പോലീസ് അന്വേഷിക്കും, തെളിവൊന്നും കിട്ടില്ല, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്നാണ് പറയുന്നത്. അദ്ദേഹം കറുപ്പ് കൊടുക്കുമ്പോൾ പറഞ്ഞു, ഇതിൽ കുറച്ചെടുത്ത് കലക്കി കൊടുക്കണം രാത്രി പാലിൻ്റെ കൂടെ എന്ന് പറഞ്ഞു. സമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞതുപോലെ പറഞ്ഞ സ്ഥലത്ത് കയറി മോഷണമൊക്കെ കഴിഞ്ഞു. വിജയകരമായി കരുതിയതിലും കൂടുതൽ പൈസയൊക്കെ കിട്ടി. പിറ്റേ ദിവസമാണ് ആ വാർത്ത അദ്ദേഹം അറിയുന്നത്, താൻ മോഷ്ടിക്കാൻ കയറിയ വീട്ടിൽ അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളത്. സ്വാഭാവികമായും മരണം സംഭവിച്ചാൽ പിന്നെയും കേസിൻ്റെ സ്വഭാവം മാറും. അപ്പോൾ അദ്ദേഹത്തിന് പേടി തുടങ്ങി. അങ്ങനെ അദ്ദേഹം നാട് വിടാൻ തീരുമാനിച്ചു. അക്കാലത്ത് നാടുവിടൽ ഒരു സ്ഥിരം പരിപാടിയാണ്. എല്ലാ കഥകളിലും ഉണ്ട് നാടുവിടൽ. കൂടുതലും മദിരാശിയിലേക്കാണ് നാട് വിടുന്നത്. അപ്പം നാട് വിടുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം ചെയ്യുന്നൊരു കാര്യം, അദ്ദേഹത്തിന് കാമുകിയുണ്ട്. അപ്പോൾ കാമുകിയോട് യാത്ര പറഞ്ഞു. യാത്ര പറയുന്നതിൻ്റെ കൂടെ കിട്ടിയ സ്വർണത്തിൽ ഭൂരിഭാഗവും കാമുകി ഏൽപ്പിച്ചു. തിരിച്ചു വന്നിട്ട് നമുക്ക് മനോഹരമായ ഒരു ജീവിതം ജീവിക്കാം. പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടില്ല, അപ്പോൾ ഇയാളന്ന് തെളിയുന്നവരെ സമയമുണ്ടല്ലോ, അതിനുള്ളിൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരാം, അപ്പോഴേക്കും കേസൊക്കെ മാഞ്ഞു പോകും. അങ്ങനെ കാമുകിയുടെ കയ്യിൽ സ്വർണ്ണമൊക്കെ ഏൽപ്പിച്ച് പോകുന്ന വഴിക്ക് പോകാനിറങ്ങിയപ്പോൾ കാമുകി സ്നേഹം കൊണ്ട് അതിൽ മനോഹരമായിട്ടൊരു മോതിരം, അങ്ങ് വരുന്നത് വരെ ഞാൻ കാത്തിരിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കയ്യിൽ കൊടുക്കുകയും ചെയ്തു. കയ്യിൽ വിരലിൽ ഇട്ട് കൊടുത്തു. ഒരു മോതിരം മാറ്റവും നടന്നു. അദ്ദേഹം നാട് വിട്ടു, മദിരാശിയിലെത്തി. മദ്രാശി കുറേ ദിവസങ്ങൾ ഭയങ്കര വിരസമായി അദ്ദേഹത്തിന് ഇങ്ങനെ ചെലവഴിക്കുകയാണ്. ചെറിയ പരിപാടികളൊന്നും പോയി പെടരുത്, ഇവിടെ എന്തെങ്കിലും പിടിച്ചാൽ പഴയ കേസൊക്കെ കുത്തിപ്പൊങ്ങും. അങ്ങനെ ഇരിക്കുക ഒരു ദിവസം അദ്ദേഹം പുറത്തിങ്ങനെ പോകുമ്പോൾ ഒരു കണ്ടൽമാഞ്ഞിനെന്ന് തോന്നുന്ന ഒരാൾ, ഒരു വേശ്യ സ്ത്രീ ഇങ്ങനെ വായി നോക്കി നിൽക്കുന്ന അദ്ദേഹം കാണുകയാണ്. അപ്പോൾ ചുമ്മാ അദ്ദേഹത്തെ ഒന്ന് പറ്റിക്കാമെന്ന് കരുതി അദ്ദേഹത്തെ ഒന്ന് പോക്കറ്റ് അടിക്കാൻ അദ്ദേഹത്തിന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ജന്മവാസന ഉണരുകയാണ്. വാസനാ വികൃതി എന്നാണ് കഥയുടെ പേര്. ജന്മവാസന ഉണരുകയും അയാൾ ആ തിരക്കിനിടയിൽ പോയി നിന്ന് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നും പേഴ്സ് എടുത്തു. അദ്ദേഹം തമാശയ്ക്ക് എടുത്ത, തുറന്നുപോലും നോക്കിയില്ല അതിനകത്ത് എന്താ ഉള്ളത്. അത്യാവശ്യം ജീവിക്കാനുള്ള പണമൊക്കെ ഉണ്ട്. വീട്ടിൽ വന്നു, അന്ന് കിടന്ന് ഉറങ്ങാൻ വേണ്ടി കിടന്നപ്പോഴാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത് എൻ്റെ കയ്യിൽ മോതിരം കാണാനില്ല. കാമുകി വളരെ സ്നേഹത്തോടെ തന്നതാണ്.
അതിൻ്റെ വിലയെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. നല്ല വിലപിടിപ്പുള്ള എന്തോ ഒരു രത്നമാണ് അതിലുള്ളതെന്ന് അറിയാം. പക്ഷേ കാമുകിയോട് തിരിച്ചു ചെല്ലുമ്പോൾ സ്നേഹത്തോടു കൂടി താൻ സൂക്ഷിച്ച് വെച്ചായിട്ട് ഇത് കാണിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ വിറ്റോ എന്നൊക്കെ ചോദിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെ എന്തായാലും വഴി ചാടിപ്പോയതാവും. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമുക്കൊരു പരാതി കൊടുത്തിട്ടേക്കാം, പോലീസിന് കിട്ടുവാണെങ്കിൽ ആ സാധനം തിരിച്ച് കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് ഇദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ ചെല്ലുകയാണ്. പോലീസുകാരൻ കാത്തിരിക്കുമായിരുന്നു ഈ മോതിരത്തിൻ്റെ ഉടമയെ. ഈ മോതിരം നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. കാരണം ഈ പോക്കറ്റ് അടിച്ചപ്പോൾ ഇയാളുടെ കയ്യിൽ നിന്ന് ഊരി വീണതാണ് ആ മോതിരം. പേഴ്സ് പോയ ആൾ തന്നെ മോഷ്ടിച്ച ആളുടെ മോതിരമാണെന്ന്, എൻ്റെ പോക്കറ്റ് അടിച്ച ആളുടെ മോതിരമാണെന്ന് പറഞ്ഞാൽ മോതിരം അവിടെ കൊണ്ടുപോയി കൊടുക്കുകയും മോതിരം അന്വേഷിച്ച് വരാൻ സാധ്യതയുണ്ട്, അങ്ങനെ കള്ളനെ പിടിക്കാം എന്ന് പറഞ്ഞ് പോലീസും കാത്തിരിക്കുകയായിരുന്നു. ഇദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയുമ്പോൾ അവരുടെ കയ്യിൽ മോതിരമുണ്ട്. മാത്രമല്ല അപ്പോഴേക്കും പോലീസിന് അവിടെ വിവരം കിട്ടിയിട്ടുണ്ട്, ഇവിടെ നിന്ന് മോഷണം പോയ വളരെ പ്രധാനപ്പെട്ട വസ്തുക്കളിൽ ഒന്നായിരുന്നു ഈ മോതിരം. ആദ്യത്തെ മോഷണം നടന്ന വീട്ടിലെ മോതിരമാണല്ലോ അത്. ആ മോതിരം പ്രത്യേകം അവർ അന്വേഷിച്ചുകൊണ്ടിരുന്ന മോതിരമായിരുന്നു. അങ്ങനെ ഇദ്ദേഹം ആ കേസും കൂടി ചുമത്തപ്പെട്ട് കുറേ കാലം ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ കഥയുടെ അവസാനം അദ്ദേഹം പറയുന്നൊരു കാര്യം, തൻ്റെ ഒരു കയ്യബദ്ധം കൊണ്ട് തനിക്ക് പറ്റിയ അമളിയാണ്. ഒരു കള്ളൻ പിടിക്കപ്പെട്ടില്ല, മോഷ്ടിക്കപ്പെട്ട സാധനം ഉപയോഗിച്ച് നഷ്ടപ്പെട്ടു എന്ന് പരാതി പറയാൻ പോയപ്പോൾ പിടിക്കപ്പെട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇദ്ദേഹത്തിന് സംഭവിച്ച അബദ്ധമാണ് ഈ കഥയിൽ. അതാണ് അവസാനം കഥ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. എനിക്കിതുവരെ പറ്റിയ എൻ്റെ മോഷണങ്ങളെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണത്. ഇനി ഈ മോഷണത്തിനൊന്നുമില്ല, കാശിക്ക് പോയി നല്ല ഒരാളായി തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇതാണ് മലയാളത്തിലെ ആദ്യത്തെ കഥ എന്ന് പറയുന്നത്. ഇതൊരു ഇന്നത്തെ നമ്മുടെ ഒരു കഥാവായനയെ സംബന്ധിച്ചിടത്തോളം അത്ര സംഭവമായിട്ടുള്ളൊരു കഥ എന്നൊന്നും ഇതിനെ പറയാനില്ല. പക്ഷെ അക്കാലത്ത് വളരെ രസകരമായ ഭാഷയിൽ ഇതിനെ നമ്മൾ പറയുക അടുത്തെന്താ സംഭവിക്കുക എന്നൊരു ആകാംക്ഷ നമ്മളിൽ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ കഥ എഴുതിയിട്ടുള്ളത്. ഇതുപോലെ അക്കാലത്ത് പ്രധാനപ്പെട്ട പല എഴുത്തുകാരുടെയും കഥകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു സ്വഭാവം നമുക്ക് കാണാം. ഒരു നാടകീയത എന്ന് പറയുന്നത് അവരുടെ എഴുത്തിലൊരു പ്രത്യേകതയാണ്. എന്ന് വെച്ചാൽ അന്ന് എഴുത്തുകാരെ കുറിച്ച് പറയുന്ന ഒരു പൊതു പ്രത്യേകത വായനക്കാരെ രസിപ്പിക്കുക എന്നുള്ളതാണ് എഴുത്തുകാരുടെ ഉദ്ദേശം. അല്ലാതെ അതിനപ്പുറത്തേക്ക് എഴുത്തിൽ വേറെ ഒന്നുമില്ല. വായിക്കുന്ന ആളെ ത്രില്ലടിപ്പിക്കണം, രസിപ്പിക്കണം. അപ്പോൾ ഈ കഥയിൽ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ട്വിസ്റ്റുകൾ കൊണ്ടുവരിക, ആളുകളെ നർമ്മത്തിലൂടെ രസിപ്പിക്കുക, പിന്നെ അതിഭീകരമായ ഇന്ന് സിനിമകളിൽ പോലും കാണാത്ത വിധം ട്വിസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുള്ള കഥകളുണ്ട്. കല്യാണിക്കുട്ടി എന്ന് പറയുന്നൊരു കഥയുണ്ട്. ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ്റെ കഥയാണ്. കുറച്ച് ആളുകളുടെ പേര് നിങ്ങൾക്ക് പരിചയം വേണം, അതിനാണ് എഴുത്തുകാരുടെ പേര് കൊടുത്തേക്കുന്നത്. കുറച്ച് കഥകളുടെ പേരും കൊടുത്തിട്ടുണ്ട്. കല്യാണിക്കുട്ടി എന്ന് പറയുന്ന കഥയിൽ ഈ പ്രണയം അക്കാലത്തൊരു വലിയ വിഷയമാണ്. ഈ പ്രണയം, ആത്മാർത്ഥ പ്രണയം എന്നൊക്കെ ഉള്ളത് ഭയങ്കരമായ കഥകളിൽ കടന്നു വരാറുണ്ട്. കല്യാണിക്കുട്ടി അത്തരത്തിലൊരു പ്രണയകഥയാണ്. ഈ കുഞ്ഞികൃഷ്ണ മേനോനും കല്യാണിക്കുട്ടിയും കൊച്ചു കൃഷ്ണ മേനോൻ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. എഴുത്തുകാരുടെ പേരും അവരുടെ തന്നെ കഥാപാത്രങ്ങളുടെ പേരും ഒക്കെ ഭയങ്കര പ്രത്യേകതയുണ്ട്. ഈ കൊച്ചു കൃഷ്ണ മേനോനും കല്യാണിക്കുട്ടിയും അതിയായ പ്രണയത്തിലാണ്. അവരിങ്ങനെ പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചു കൃഷ്ണ മേനോൻ പഠനത്തിനായിട്ട് അദ്ദേഹം മദ്രാസിയിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കത്തുകളൊക്കെ എഴുതും വീട്ടിലേക്ക്. അപ്പോൾ പഠനം കഴിഞ്ഞ് വന്ന ഉടനെ ഇവരുടെ കല്യാണം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് ഒരു പനി ബാധിക്കുകയും അദ്ദേഹം അവിടെ ഒരു സത്രത്തിൽ വിശ്രമത്തിന് വേണ്ടി പോവുകയും ചെയ്യും. അക്കാലത്തെ ആശുപത്രികൾക്ക് പകരമൊക്കെ ഉള്ള കുറച്ച് കാശൊക്കെ കൊടുത്താൽ നമ്മൾ നോക്കുന്നൊരു സെറ്റപ്പാണ്. അപ്പോൾ സത്രത്തിൽ അഭയം പ്രാപിച്ചിരിക്കുമ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് കത്തെഴുതും, എനിക്ക് ഭയങ്കരമായ പനിയാണ്, ഞാനിവിടെ സത്രത്തിലാണുള്ളതെന്ന്. അപ്പോൾ വീട്ടുകാർ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി ഒരു തുക മണി ഓർഡറായിട്ട് അങ്ങോട്ട് അയക്കും. അപ്പോൾ ആ സമയത്ത് മണി ഓർഡർ അവിടെ ചെല്ലുമ്പോഴേക്കും ഈ അഡ്രസ്സിലുള്ള ആൾ ആ സത്രത്തിലില്ല. അപ്പോൾ ആ ഇടയ്ക്ക് കുറേ പേര് മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ സത്രത്തിലുള്ളവർ ഇതിൻ്റെ ഉടമ ഇവിടെ ഇല്ല, അതിന് സ്വീകരിക്കാനുള്ള ആൾ ഇവിടെ ഇല്ല, അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് മണി ഓർഡർ തിരിച്ചയക്കും. ഇതിനിടയിൽ വീട്ടുകാർ തിരിച്ച് മണി ഓർഡർ വരുന്നതോടുകൂടി വീട്ടുകാർക്കാകെ വലിയ ദുഃഖവും, മകൻ മരണപ്പെട്ടു. പക്ഷെ ഇന്നത്തെ പോലെ ഒന്നുമില്ല, അന്നിപ്പോൾ ഈ ശരീരം ഇവിടെ കൊണ്ടുവരാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അങ്ങനെ വലിയ ദുഃഖത്തിലായി. ഒടുവിൽ കല്യാണിക്കുട്ടിയോട് പറയും, എന്ത് വന്നാലും ഒരു വിവാഹം ഉടനെ തന്നെ കഴിക്കണം, ഇനി വെറുതെ അവനെ ഓർത്തുകൊണ്ടിരിക്കരുത്. സ്വാഭാവികമായും ജീവിതത്തിൽ മൂവ് ഓൺ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടാണ് കുടുംബക്കാർ. കല്യാണിക്കുട്ടി ഒരു തരത്തിലും സമ്മതിക്കില്ല. പക്ഷേ കല്യാണിക്കുട്ടിക്ക് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഇഷ്ടമില്ലാത്തൊരു കല്യാണം അദ്ദേഹം അവസാനം സമ്മതിക്കുകയാണ് കല്യാണിക്കുട്ടി. അങ്ങനെ കല്യാണത്തിൻ്റെ തലേന്ന് ഒരു അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോകുന്ന വഴിക്ക് കല്യാണിക്കുട്ടിയെ പാമ്പ് കടിക്കുകയാണ്. കല്യാണിക്കുട്ടി തൊഴാൻ പോകുമ്പോഴും കല്യാണിക്കുട്ടി കല്യാണം എങ്ങനെയെങ്കിലും മുടങ്ങണം, ഞാൻ മരിച്ചാലും വേണ്ടില്ല എന്ന് തന്നെ വിചാരിക്കുന്നത്. അങ്ങനെ പാമ്പ് കടിയേറ്റ് കല്യാണിക്കുട്ടി മരണപ്പെടുകയാണ് അന്ന് രാത്രി. അപ്പോൾ പിറ്റേ ദിവസം അതിനിടയിൽ പാമ്പ് കടിയേറ്റ് കിടക്കുന്ന കല്യാണിക്കുട്ടിയെ ചികിത്സിക്കാൻ ഒരുപാട് വൈദ്യന്മാരൊക്കെ വന്നു. എല്ലാവരും വലിയ രീതിയിൽ വിഷം ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കല്യാണിക്കുട്ടിയെ കൈയൊഴിയാണ്. അങ്ങനെ കല്യാണ ദിവസം സമയം നേരം വെളുത്തു.
ആ ദിവസം രാവിലെ അവിടേക്ക് ഒരു ലാടവൈദ്യൻ വരികയാണ്. ലാടവൈദ്യൻ എന്ന് പറഞ്ഞാൽ പണ്ട് ഈ വിഷമിറക്കുന്ന വൈദ്യന്മാരെ പറയുന്ന പേര്. ലാടവൈദ്യൻ വന്ന് കല്യാണിക്കുട്ടിക്ക് ഒരു പ്രത്യേക മരുന്ന് കൊടുക്കുകയും കല്യാണിക്കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുകയാണ്. അങ്ങനെ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. പക്ഷേ കല്യാണിക്കുട്ടിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടും വലിയ സന്തോഷമൊന്നുമില്ല. അപ്പോഴാണ് ആ ലാടവൈദ്യൻ പറയുന്നത്, ഞാൻ നിൻ്റെ കൊച്ചുകൃഷ്ണ മേനോനാണ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ആ കഥയിൽ പിന്നീട് പറയുന്ന കാര്യം എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, കൊച്ചുകൃഷ്ണമേനോൻ യഥാർത്ഥത്തിൽ മരണപ്പെട്ടില്ല. അദ്ദേഹം രോഗം മാറിയ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു തീർത്ഥാടനത്തിനായി ഉത്തരേന്ത്യയിലേക്ക് പോയതായിരുന്നു. അവിടെ നിന്ന് അത് വീട്ടിലേക്ക് കത്തെഴുതി അറിയിച്ചില്ല. അദ്ദേഹത്തിന് തന്നെ ഒരു പേരുള്ള ഒരാൾ അവിടെ മരണപ്പെടുകയും അവർക്ക് മാറിപ്പോവുകയും ചെയ്ത സത്രത്തിലെ ആളുകൾക്ക്. അദ്ദേഹം തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് നാട്ടിലുള്ളവർ പറഞ്ഞ് കല്യാണിക്കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചുവെന്നും പിന്നീട് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായെന്ന് അറിഞ്ഞ് അദ്ദേഹം തീർത്ഥാടനത്തിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന ചില മരുന്നുകൾ കൊടുത്താണ് കല്യാണിക്കുട്ടിയെ ജീവൻ വെപ്പിച്ചതെന്നും അങ്ങനെ അവർ വിവാഹം കഴിഞ്ഞെന്നും പിന്നീട് അവർ കുട്ടികൾ കൊടുത്ത് സന്തോഷിച്ച് ജീവിച്ചെന്നും കൂടി പറഞ്ഞാണ് കഥ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ നാടകീയത നമ്മൾ ട്വിസ്റ്റ് എന്ന് പറയും. കഥകളിൽ സംഭവിക്കുന്ന വലിയ ഇത്തരത്തിലുള്ള നമുക്ക് ഇന്ന് നോക്കുമ്പോൾ അതൊരു ഭയങ്കര ആസ്വാദ്യകരമായ കഥയായിട്ട് നമുക്ക് അനുഭവപ്പെടില്ല. അത്തരത്തിലുള്ള കഥകളാണ് അക്കാലത്തെ എഴുത്തുകാർ, വായിക്കുന്ന ആളുകളെ ഇങ്ങനെ രസം കൊള്ളിപ്പിക്കുന്ന കഥകളാണ് കൂടുതലായിട്ട് എഴുതിയിട്ടുള്ളത്. അതുപോലെ സ്ത്രീകൾ ഇങ്ങനെ വായി നോക്കി നിൽക്കുന്ന ചില പുരുഷന്മാരുടെ കഥകൾ, സൗന്ദര്യം ആസ്വദിച്ചൊക്കെ ഇങ്ങനെ ജീവിതത്തിൽ പറ്റുന്ന അമ്മളികൾ, തൻ്റേതല്ലാത്ത കുഞ്ഞിനെ തൻ്റെ കയ്യിൽ സ്വീകരിച്ച് പിന്നീട് അപകടം പറ്റുന്ന കഥകളുണ്ട്. പിന്നീട് അപസർപ്പ കഥകൾ, ഡിറ്റക്റ്റീവ് കഥകൾ അക്കാലത്തൊരു സ്വഭാവമാണ്. ഇപ്പോൾ കേസന്വേഷണം, പ്രത്യേക തരത്തിലൊരു കൊലപാതകം നടക്കുന്നു, ഒരു തരത്തിലും തെളിയിക്കപ്പെടാം. അത് ആ ഡിറ്റക്റ്റീവ് കഥകൾക്ക് ഇന്നത്തെ ഒരു കുറ്റാന്വേഷണ സിനിമകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട തരത്തിലുള്ള അത്രയൊക്കെ രസകരമായ കഥയുണ്ട്. ഉളി പിടിച്ച കൈ എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അത് ആ കഥയിൽ ഒരു നാട്ടിലൊരു കൊലപാതകം നടക്കുന്നു. ആ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്തം അതിനെക്കുറിച്ച് അതൊന്നും അറിയാത്ത ഒരാളുടെ അടിച്ചേൽപ്പിക്കുകയാണ്. അദ്ദേഹം നാട്ടിലെല്ലാവരും പോലീസിന് മുമ്പിലൊക്കെ അദ്ദേഹമാണ് കുറ്റവാളി എന്ന് ചിത്രീകരിക്കപ്പെടുകയാണ്. പോലീസ് വന്ന് അന്വേഷണം നടക്കുന്നു. അപ്പോൾ ഈ കുറ്റവാളിയെ ചിത്രീകരിക്കപ്പെട്ട ആൾക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുകളുണ്ട്. അദ്ദേഹം ആ ദിവസങ്ങളിൽ അവിടെ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഒരു പറങ്ങോടൻ മൂത്താശാരി എന്ന് പറയുന്ന ആളാണ് മരണപ്പെട്ടത്. അപ്പോൾ ആശാരിയുടെ കുടുംബവുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്. കോമപ്പൻ എന്ന് പറഞ്ഞ ആളെ കുറ്റാരോപിതൻ. ഇക്കണ്ടക്കുറുപ്പ് എന്ന് പറഞ്ഞ ആളാണ് അവിടുത്തെ ഒരു പഴയ ഡിറ്റക്റ്റീവാണ്. അപ്പോൾ ഈ കോമപ്പൻ അന്നത്തെ ഈ പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ പോയി കാണുകയാണ്. പോലീസ് എന്നെ സംശയിക്കുകയാണ്, ശരിക്കും ഞാനല്ല ഈ കൊലപാതകം ചെയ്തതെന്ന്. അങ്ങനെ അദ്ദേഹം വന്ന് നോക്കുമ്പോൾ പോലീസ് നിരത്തിയിട്ടുള്ള തെളിവുകളൊക്കെ കാര്യമായ തെളിവുകളാണ്. വാതിൽപ്പടിയിൽ രക്തക്കറയുണ്ട്. ആ രക്തക്കറയിൽ 6 വിരലുകൾ പതിഞ്ഞിട്ടുണ്ട്. ആ 6 വിരലുകളും ഇദ്ദേഹത്തിന് ഈ കോമപ്പന് എക്സ്ട്രാ ഒരു വിരൽ, ഇങ്ങനെ കയ്യിൽ അധികമായി ഒരു വിരൽ വരുന്ന ആളുകൾ 5 അല്ലാതെ 6 അത് കോമപ്പനുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അങ്ങനത്തെ തെളിവുകളൊക്കെ ശരിയാണ്. പക്ഷേ കോമപ്പൻ ഉറപ്പിച്ച് പറയാണ് ഞാനല്ല ചെയ്തതെന്ന്. അങ്ങനെ ഇദ്ദേഹം വലിയ രീതിയിൽ അന്വേഷണങ്ങളൊക്കെ നടത്തി ഒടുവിൽ അദ്ദേഹം പറയാണ്, ഈ ഭാര്യ പറങ്ങോടൻ മൂത്താശാരിയുടെ ഭാര്യയും പറയുന്നു കോമപ്പൻ തന്നെയാണ് ചെയ്തതെന്ന്. ഭാര്യയ്ക്കും സംശയമില്ല. അപ്പോൾ അതിൻ്റെ പേരിലേക്ക് പോലീസ് അറസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നത്. അങ്ങനെ ഇദ്ദേഹം കുറച്ച് അന്വേഷണങ്ങളൊക്കെ നടത്തി വീടിൻ്റെ അകത്തൊരു സ്ഥലത്ത് തീയിടാൻ ആവശ്യപ്പെടുകയാണ്. തീയിട്ട് കഴിഞ്ഞ സമയത്ത് ആ പുകയെല്ലാം കൂടി വന്നതിനിടയിൽ നിന്നും ഈ മരിച്ചുപോയി എന്ന് പറഞ്ഞ ആൾ പുറത്തേക്ക് ചാടി വരികയാണ്. അപ്പോൾ പിന്നീട് അദ്ദേഹം എങ്ങനെയാണ് തെളിയിച്ചതെന്ന് പറയുകയാണ്. അദ്ദേഹം വീടിനകത്തൊക്കെ കയറി പരിശോധിച്ചപ്പോൾ ഒരു മുറിക്കകത്ത് ഈ അന്നത്തെ വാസ്തു പ്രകാരമുള്ള വലിപ്പം ആ മുറിക്ക് ഒരു ചുമരിൻ്റെ ഭാഗത്തില്ല. അപ്പോൾ നമ്മൾ റൂമിന് വലിപ്പം പറയുമല്ലോ, 8x8, 10x10 എന്നൊക്കെ പറയുമല്ലോ. ഈ പണ്ട് ഓട് വീടുകളും അങ്ങനത്തെ വീടുകൾ ചെയ്യുമ്പോൾ ഈ കണക്ക് ഭയങ്കര നിർബന്ധമാണ്. ഇപ്പോൾ ടെറസാകുമ്പോൾ റൂമിൻ്റെ വലിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും നമുക്ക് മോൾ ഭാഗം പാർത്താൽ മതി, കോൺക്രീറ്റ് ആണല്ലോ. ഈ ഓട് വെക്കുമ്പോൾ അതിൻ്റെ കണക്ക് ശരിയായില്ലെങ്കിൽ ഓട് വെക്കാൻ പറ്റില്ല, ഉത്തരവൊന്നും ഇരിക്കില്ല. അപ്പോൾ റൂമിൻ്റെ കണക്കുകൾ കണിശമാണ്. 8x8 എന്ന് പറഞ്ഞ കണക്കുണ്ടെങ്കിൽ അതിൽ ഒരടിയും കുറവും കുറയാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം കയറി നീക്കുമ്പോൾ ഒരു മുറിയിൽ ഒരു ഭാഗത്ത് മാത്രം ഒരു 2 അടിയുടെ കുറവുണ്ട് വീതി. അപ്പോൾ അദ്ദേഹം സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ അത് ഒരു പുതിയ ചുമര് വെച്ച് കെട്ടിയേക്കുക. അതായത് അപ്പുറത്തെ ചുമരിനും ഇപ്പുറത്തെ ചുമരിനും ഇടയിൽ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഈ പറങ്ങോടൻ മൂത്താശാരി ഇദ്ദേഹത്തോടുള്ള പ്രതികാരത്തിൻ്റെ പുറത്ത് ഭാര്യയെ ചട്ടം കെട്ടി കുറേ തെളിവുകളെല്ലാം ഉണ്ടാക്കി രക്തത്തിൻ്റെ കറയൊക്കെ ഉണ്ടാക്കി അതിനകത്ത് കയറി ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ കേസ് അന്വേഷിച്ച് തെളിയിച്ച കഥയാണ്. അപ്പോൾ അതിനെ ഈ അളവിലുള്ള വ്യത്യാസം കണ്ട് അദ്ദേഹം ആ ഗ്യാപ്പിൽ പുകയ്ക്കുമ്പോൾ അദ്ദേഹത്തിന് അവിടെ ഇരിക്കാൻ കഴിയാതെയാണ് പുറത്ത് ചാടി വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അന്വേഷണ കഥകൾ, ഇങ്ങനത്തെ കുറേ കഥകൾ അക്കാലത്തുണ്ട്. ഇതൊന്നും അതുപോലെ അക്കാലത്ത് ചില എഴുത്തുകാർ ചരിത്ര സംഭവങ്ങൾ പോലെയുള്ള അല്ലെങ്കിൽ ഐതിഹ്യങ്ങൾ പോലെയുള്ള വിഷയങ്ങളെ കഥകളാക്കിയിട്ടുണ്ട്. മയ്യാട്ടുമലയിലെ ഭൂതം എന്നൊക്കെ പറഞ്ഞ് നാട്ടിലെ ഭൂതബാധ പ്രേത പിശാചുക്കളെ കുറിച്ചുള്ള കഥകളൊക്കെ ഈ കെട്ടുകഥകൾ പോലെ. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ അക്കാലത്തെ എഴുത്തുകാരിൽ ഭൂരിഭാഗം ആളുകളും ഇത്തരത്തിൽ കെട്ടുകഥകൾ പോലെ തോന്നിക്കുന്ന അല്ലെങ്കിൽ കഥകളിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന വിധമുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന നാടകീയ സ്വഭാവമുള്ള കഥകളാണ് അവരുടെ എഴുത്തിൽ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. ആ കൂട്ടത്തിൽ മൂർക്കോത്ത് കുമാരനും EV കൃഷ്ണപ്പിള്ളിയും ഇതേ കാലഘട്ടത്തിൽ തന്നെ എഴുതുന്നവരാണ്.
ഇവർ രണ്ടുപേരും കുറച്ച് ചില വിഷയങ്ങളിൽ മാറ്റങ്ങൾ കാണുന്നുണ്ട്. മൂർക്കോത്ത് കുമാരൻ അക്കാലത്തെ സാമൂഹികപരമായിട്ടുള്ള അനാചാരങ്ങൾക്കെതിരെ തൻ്റെ കഥകൾ എഴുതിയിട്ടുണ്ട്. അക്കാലത്ത് സ്ത്രീധനം കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ സാമുദായിക പ്രശ്നങ്ങൾ, ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതിനൊക്കെതിരെ കഥകൾ ചെറുതായിട്ട് എഴുതുന്നുണ്ട്. ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് അദ്ദേഹത്തെ കണക്കാക്കാം. ഇ.വി. കൃഷ്ണപിള്ള എന്ന് പറയുന്ന എഴുത്തുകാരനും അക്കാലത്തെ ഈ പരമ്പരാഗത കഥയെഴുത്ത് രീതിയെ വിമർശിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം പറയുന്ന കാര്യം, അക്കാലത്ത് കഥകളെക്കുറിച്ച് അദ്ദേഹം ഒരു കമൻറ്റ് പറയുന്നത്, ഒരു മുറ്റം, ഒരു പൂച്ചെടി, ഒരു പെണ്ണ്, ഒരു റോസാ ചെടി, ഒരു പെണ്ണ്, ഇത്രയും ഉണ്ടായാൽ കഥയായി എന്ന് വെച്ചാൽ, ഇത് ഇപ്പോൾ പറഞ്ഞ കഥകളിലൊക്കെ പ്രണയമുണ്ട്. പ്രണയത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായിട്ടുള്ളവരോ അല്ലെങ്കിൽ പ്രണയിച്ചാൽ നഷ്ടപ്പെടുത്തിയാൽ ആത്മഹത്യ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ട്. ഈ പ്രണയമാണ് ഒട്ടുമിക്ക കഥകളിലും. ഇതൊരു ആവർത്തന സ്വഭാവമാണ് എന്നൊരു വിമർശനം പറയുന്നുണ്ട്. അപ്പം അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും, പക്ഷേ ആദ്യകാലത്തെ കഥകൾ വായിക്കാൻ നമുക്കൊരു പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഇല്ലാതെ വായിച്ചു പോകാനും വെറും കഥയാണ് എന്ന് തോന്നിപ്പിക്കാനും കഴിയുന്നൊരു സ്വഭാവം ആദ്യകാല കഥകൾക്ക് ഉണ്ട്. ഇപ്പോൾ ആദ്യകാല കഥകളെ നമ്മൾ പൊതുവിൽ പരിശോധിക്കുമ്പോൾ, ഇതിൽ നമ്മുടെ മെറ്റീരിയലിൽ ഞാൻ കുറേ ഈ എഴുത്തുകാരെ കുറിച്ച് പലരും പറഞ്ഞിട്ടുള്ള ചില കോട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ചാൽ മതി. നിങ്ങൾക്കത് ജനറലി മനസ്സിലാവാൻ വേണ്ടി, എഴുത്തുകാരെ പരിചയപ്പെടാനും വേണ്ടിയാണ്. ഇവരൊന്നും പേരെടുത്ത് അങ്ങനെ ചോദിക്കില്ല. പക്ഷെ നമുക്ക് ഇപ്പോൾ കെ സുകുമാരൻ എന്ന് പറഞ്ഞ എഴുത്തുകാരനെ കുറിച്ച് എസ് ഗുപ്തൻ നായർ പറഞ്ഞത്, സുകുമാരൻ ഒരു കഥ എഴുതിയിട്ടുള്ളൂ, ഓരോ കഥയിലും സ്ത്രീ കഥാപാത്രം മാറുന്നുണ്ട്, പുരുഷന്മാർ മാറില്ല. എന്നുവെച്ചാൽ എഴുത്തുകാരൻ്റെ തന്നെ പുരുഷ സങ്കല്പങ്ങളാണ് അതിലെപ്പോഴും അടയാളപ്പെടുത്താറ്. ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ഇ.വി. കൃഷ്ണപിള്ളയെ കുറിച്ച് പറയുന്നത്, മന്ദഹാസം മുതൽ അട്ടഹാസം വരെ അനായാസം വഴങ്ങുന്ന എഴുത്തുകാരനാണ്. നർമ്മം നന്നായി കൈകാര്യം ചെയ്യുമായിരുന്നു അദ്ദേഹം. തമാശകൾ കഥയിൽ നന്നായിട്ട് കൊണ്ടുവരും. അപ്പോൾ ഇത്തരം എഴുത്തുകാരെയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവരുടെ കഥകളുടെ ഒരു പൊതു സവിശേഷത നമുക്കിങ്ങനെ അടയാളപ്പെടുത്താം. നമ്മൾ ഈ കാലഘട്ടത്തെ വിലയിരുത്തുമ്പോൾ മലയാളത്തിലെ ആദ്യകാല ചെറുകഥകൾ എന്ന നിലയിലേക്ക് നോക്കുമ്പോൾ ഈ എം അച്യുതൻ ഇവരെക്കുറിച്ച് പറഞ്ഞൊരു വാക്ക് രസികന്മാരായ തറവാടികൾ എന്നാണ്. രസിപ്പിക്കുക എന്നുള്ളത് വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന തറവാടികളായിട്ടുള്ള എഴുത്തുകാരാണ് ആദ്യകാല ചെറുകഥാകൃത്തുക്കൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ആ ഒരു പ്രത്യേകത ഈ കഥകൾക്കൊക്കെ ഉണ്ട്. ബോറടിപ്പിക്കാനല്ല, പക്ഷെ നമ്മൾ ഇന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ എല്ലാ കഥകൾക്കും ഒരേ പാറ്റേൺ ആണല്ലോ എന്ന് ചിന്തിക്കും. അക്കാലത്ത് ഒരുപാട് വായനക്കാർ, ഒരുപാട് ഈ കഥകളെല്ലാം വാങ്ങി വായിക്കുന്ന ആളുകളൊന്നും ഉണ്ടാവില്ല. അവർ എഴുതി ചുറ്റുപാടത്തുള്ളവർ വായിക്കുന്നു, ചിലതൊക്കെ പ്രസിദ്ധീകരിച്ച് വരുന്നു, വളരെ കുറഞ്ഞ വായനക്കാരാണ്. അപ്പോൾ ഇത് ആവർത്തനമൊന്നും അവർക്ക് അറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ കഥകൾ എന്ന് പറയുന്നത് വളരെ രസകരമായി വിനോദപരമായി ഉപയോഗിക്കാവുന്ന ഒന്നായിട്ടാണ് ആദ്യകാലത്ത് കാണുന്നത്. അതുകൊണ്ട് നമുക്കിതിനെ ഒരു ഉപരിവർഗ സാഹിത്യമായിട്ട് മനസ്സിലാക്കാം. ഉപരിവർഗം എന്ന് പറയുന്നത് ഈ എഴുത്തുകാരുടെ പേരുകൾ നിങ്ങളൊന്ന് മെറ്റീരിയൽ നോക്കിയാൽ, ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ, അമ്പാടി നാരായണ പൊതുവാൾ, ഇ.വി. കൃഷ്ണപിള്ള, എല്ലാം സമൂഹത്തിലെ ഒരു അസവർണ വിഭാഗം അല്ലെങ്കിൽ ഉപരിവർഗം എന്ന് പറയാവുന്ന ജാതീയമായും സാമ്പത്തികമായിട്ടുമൊക്കെ കഥയൊക്കെ എഴുതി രസിക്കാൻ പറ്റുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള രസിക്കുക എന്നുള്ളതാണ് അവരുടെ കഥയുടെ പ്രമേയം. ഒരു സംസ്കൃത സ്വാധീനം ഇതിനകത്ത്. അതുകൊണ്ട് ഭാഷയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ ഉപരിവർഗത്തിന് വഴങ്ങുന്ന ഒരു ഭാഷയാണ്. മലയാളത്തിലെ സാധാരണക്കാരൻ്റെ ഒരു ഭാഷയൊന്നുമല്ല ഇതിൽ കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ കഥകളുടെ എല്ലാം കേന്ദ്ര പ്രമേയം എന്ന് പറയുന്നത് പ്രണയം എന്ന് തന്നെ പറയാം. കൂടുതൽ കഥകളും അവിടെ അക്കാലത്താണ് മലയാളത്തിലെ അനശ്വര പ്രണയ സങ്കല്പങ്ങളൊക്കെ കൂടുതൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. പ്രണയിച്ചാൽ കല്യാണം കഴിച്ചിരിക്കും, വിരഹം സംഭവിച്ചാൽ മരണം സംഭവിക്കും, ആത്മഹത്യ എന്ന് പറയുന്ന മിക്കവാറും സ്ത്രീകളായിരിക്കും ആത്മഹത്യ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള പ്രണയ സങ്കല്പങ്ങളെ കഥകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പിന്നെ മിക്കവാറും കഥകളിൽ അതുണ്ട്. പൊതുവിൽ ഒരാളെ പ്രണയിച്ച് വേറെ ആളെ കല്യാണം കഴിക്കുന്നൊരു നായികയൊന്നും ഉണ്ടാവില്ല. അത് നായികാ സങ്കല്പത്തിന് ചേർന്നതല്ല. അങ്ങനെ പിന്നെ കെട്ടുകഥകളും മിത്തുകളും വിശ്വാസങ്ങളൊക്കെ കഥകളുടെ ഭാഗമായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ മയ്യാട്ടുമലയിലെ ഭൂതം പോലെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ. സമൂഹത്തിൻ്റെ പലതരം പ്രതിഫലനങ്ങൾ കഥയിൽ കാണാം. ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു മോഷ്ടാവിൻ്റെ കഥ പറഞ്ഞു, ഒരു കുറ്റാന്വേഷണത്തിൻ്റെ കഥ പറഞ്ഞു, ആളുകളുടെ പ്രതികാരം, ഇതൊക്കെ സമൂഹത്തിൻ്റെ പ്രതിഫലനങ്ങൾ. പക്ഷെ പൂർണ്ണമായും സമൂഹത്തെ ഇത് അടയാളപ്പെടുത്തുന്നില്ല. ഈ കാലഘട്ടത്തിൽ ഒരു ഉപരിവർഗ സാഹിത്യം എന്നിട്ട് നമുക്ക് ഇവയെ പരിഗണിക്കാം. സാഹിത്യ ഭാഷയിലാണ് കഥാപാത്രങ്ങൾ പോലും സംസാരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എഴുത്തുകാരൻ്റെ ഭാഷയിലായിരിക്കും അതിൽ എന്ത് തൊഴിലെടുക്കുന്ന ആൾ സംസാരിക്കുന്നത്. ആശാരി സംസാരിക്കുന്ന എഴുത്തുകാരൻ്റെ ഭാഷയിലാണ്. ഈ പറയുന്ന ആശാരിയുടെ വീട്ടിലെ ജോലിക്കാരനും സംസാരിക്കുന്നത് സാഹിത്യ ഭാഷയിലാണ്. ഇതെന്താ ഇങ്ങനെ പറയുന്നത്? അടുത്തൊരു ഘട്ടത്തിൽ കഥാപാത്രത്തിനനുസരിച്ച് ഭാഷ മാറുന്നുണ്ട്. ആദ്യകാലത്ത് അങ്ങനെയില്ല. ഒരു സാഹിത്യ ഭാഷയാണ് പൊതുവിൽ ഉപയോഗിക്കുന്നത്. നെടുനീളൻ വാക്യങ്ങൾ, ഒരു വാക്യഘടനയെക്കുറിച്ച് പറയുന്നത് ഈ സംസ്കൃത ഭാഷ എഴുതുന്ന പോലെ ഒരു വരി ഇങ്ങനെ തുടങ്ങിയ ഒരു 2-3 വരികളിലാണ് ഒരു വാക്യം തീരുന്നത്. ഒരു കുത്തുതൊട്ടടുത്ത കുത്തുവരെയുള്ളൊരു ഇതെന്ന് പറയുന്നത്. അവതരണത്തിൽ വലിയ നാടകീയതയും സംഘർഷങ്ങളും നമുക്ക് ആദ്യകാല ചെറുകഥകളിൽ കാണാം. അപ്പോൾ
UPSCയുടെ ഒരു ചോദ്യ മാതൃക പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് ഒരു തവണ ചോദിച്ചത്. ആദ്യകാല കഥാകൃത്തുക്കളെക്കുറിച്ച് രസികന്മാരായ തറവാടികൾ എന്നൊരു നിരൂപകൻ പരാമർശിക്കുകയുണ്ടായി, പരിശോധിക്കുക. ഇങ്ങനെയാണ് ചോദ്യം വരുന്നത്. മറ്റൊരു ചോദ്യം, ആവർത്തന വിരസത കൊണ്ടും നാടകീയത കൊണ്ടും ശ്രദ്ധേയമാണ് ആദ്യകാല ചെറുകഥകൾ, പരിശോധിക്കുക. ആദ്യകാല ചെറുകഥകളുടെ പൊതു സവിശേഷതകൾ വിശദമാക്കുക. ഇതാണ് ചോദ്യത്തിൻ്റെ പാറ്റേൺ. അപ്പോൾ നമ്മൾ ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞ ഈ പ്രത്യേകതകൾ നിങ്ങൾക്ക് കഥകളുടെ പേരുകളിലൂടെ ഉപയോഗിക്കാം, എഴുത്തുകാരെ ഉപയോഗിക്കാം, അവരുടെ പേരുകൾ പരാമർശിക്കാം, അവരുടെ കഥകളെക്കുറിച്ചുള്ള ആളുകളുടെ നിരീക്ഷണങ്ങൾ ഉപയോഗിക്കാം. ഈ രീതിയിലാണ് നമ്മൾ ഈ ഭാഗത്തെ. എന്തിനാണ് ഞാൻ ചോദ്യത്തെക്കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ, കഥ പോലെ കേട്ടിരുന്ന കഥയേ ഉള്ളൂ, പക്ഷെ ഇതിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയും, എന്താണ് അതിന് ഡിമാൻഡ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ക്ലിയർ ആയോ? മലയാളത്തിലൊരു ചെറുകഥയുടെ രൂപപ്പെടലും അതിൻ്റെ വളർച്ചയും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള നിരീക്ഷണങ്ങളും കാര്യങ്ങളും ഏകദേശം. അടുത്ത ഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. എഴുത്തുകാരെ പേരെടുത്ത് ചോദിക്കുകയും മലയാള ചെറുകഥയിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുകയും ചെയ്യുന്നൊരു ഘട്ടമാണ്. നവോത്ഥാന കാല ചെറുകഥ എന്നാണ് നമ്മൾ പൊതുവിൽ ഈ കാലഘട്ടത്തെ പറയുന്നത്. ഞാൻ പറഞ്ഞൊരു വലിയ കാലമുണ്ട്, 1800 മുതൽ നമ്മൾ 1950 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ മലയാളത്തിലുണ്ടാവുന്ന ചെറുകഥയാണ്. ഇതിന് നമ്മൾ ഈ കാലഘട്ടത്തിൽ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഓരോ ഘട്ടത്തിലും ഉണ്ടാവുന്നുണ്ട്. അതിന് നമ്മൾ വേണമെങ്കിൽ സബ്ബായിട്ട് 3 തിരിച്ചിട്ടുണ്ട്. അത് പൊതുവിൽ ഇവയെ നവോത്ഥാന കാല ചെറുകഥ എന്ന് പറയാം. ഇതിൻ്റെ ആരംഭഘട്ടം സാമുദായിക കഥകളുടെ ഘട്ടമായിരുന്നു. സാമുദായിക കഥകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായും നമ്പൂതിരി സമുദായത്തിനകത്ത് കഥകൾ രൂപപ്പെടുക, അവരുടെ സാഹിത്യകൃതികളിലൂടെ സമൂഹത്തിൽ മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചതാണ് ഈ നവോത്ഥാന കാല ചെറുകഥയുടെ ആരംഭം. എന്ന് വെച്ചാൽ നമ്മുടെ VT ഭട്ടതിരിപ്പാടിനെ പോലുള്ള MRB, മുത്തരിങ്ങോട് തുടങ്ങിയ നമ്പൂതിരി സമുദായത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ മലയാളത്തിൽ ചെറുകഥാ സാഹിത്യവുമായിട്ട് വന്നൊരു കാലഘട്ടമാണ്. 1900കളുടെ നിങ്ങൾക്ക് കേരളത്തിൻ്റെ ഒരു ചരിത്രം അറിയാമെങ്കിൽ നമ്മുടെ വലിയ നവോത്ഥാന മാറ്റങ്ങൾ ഉണ്ടാവുന്ന സംഘടനകൾ അപ്പോഴാണ് രൂപപ്പെടുന്നത്. SNDP, യോഗക്ഷേമ സഭ, അതുപോലെ NSS, അതുപോലെ പുലയ മഹാസഭ, സാധുജന പരിപാലന സംഘം എന്ന് പറഞ്ഞ SNDPയുടെ ഇത്. ഇങ്ങനെ ഇതൊക്കെ 1880കളുടെ അവസാനം 90കളുടെ ആരംഭത്തിലാണ് ഒരു സംഘടന എന്ന രീതിയിൽ രൂപപ്പെട്ടു വരുന്നത്. ഇതിൻ്റെ തുടർച്ചയാണ് നവോത്ഥാന കാല ചെറുകഥയുടെയും രൂപപ്പെടൽ ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ അക്കാലത്ത് ഈ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ചിന്തിക്കുന്നത് ഈ എഴുത്തിലൂടെ ആളുകളെ സ്വാധീനിക്കാൻ കഴിയില്ലേ? കാരണം ആളുകൾക്ക് വളരെ കഥകൾ വായിക്കാൻ അറിയുന്ന ആളുകളിലേക്ക് പുതിയ ആശയങ്ങൾ എത്തിക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് അവർ ചെറുകഥ എന്ന് മാത്രമല്ല അക്കാലത്തെ മിക്ക സാഹിത്യ രൂപങ്ങളെയും നാടകത്തിനെയും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ചെറുകഥയിൽ ഈ ആശയപ്രചരണത്തിന് ഉപയോഗിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അക്കാലത്ത് എല്ലാ സമുദായങ്ങളിലും പ്രശ്നമുണ്ട്. പക്ഷെ നമ്മൾ കൂടുതൽ ചെറുകഥകൾ എഴുതിയിരിക്കുന്നത് നമ്പൂതിരി സമുദായത്തിലെ ആളുകളായതുകൊണ്ട് അവരുടെ സമൂഹത്തിലെ പ്രശ്നങ്ങളെയാണ് അവർ കഥയിൽ അവതരിപ്പിച്ചത്. നേരത്തെ നമ്മളെല്ലാം രസിക്കാനാണ് വായിച്ചതെങ്കിൽ ഇവിടെ ചിലതൊക്കെ ചിന്തിക്കാൻ കൂടിയാണ് വായിക്കുന്നത്. അക്കാലത്ത് ജാതിയെക്കുറിച്ച് നമ്മൾ ഓറിയന്റേഷൻ ക്ലാസ്സിലൊക്കെ ചെറുതായി സൂചിപ്പിച്ചിരുന്നു. നമ്പൂതിരി സമുദായത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെ അവർ കഥകളിൽ കൈകാര്യം ചെയ്തു. ഇപ്പോൾ കേരളത്തിൽ കുറിയെടുത്ത് ധാത്രി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു സ്മാർത്ത വിചാരമാണ്. ആ സംഭവത്തെ ആസ്പദമാക്കി അക്കാലത്ത് ധാരാളം കഥകളുണ്ടായി. കുറിയെടുത്ത് ധാത്രിയുടെ ജീവിതവും കുറിയെടുത്ത് ധാത്രിയെക്കുറിച്ചുള്ള കഥകളും ഒക്കെ. സ്മാർത്ത വിചാരം എന്ന് പറയുന്ന സ്ത്രീകൾക്ക് പരപുരുഷ ബന്ധം ഉണ്ടെങ്കിൽ നടത്തുന്ന ഒരു വിചാരണയാണ് സ്മാർത്ത വിചാരം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് മഞ്ഞു പുരുഷന്മാരുമായി ഭർത്താവല്ലാതെ ഏതെങ്കിലും പുരുഷനുമായി ബന്ധമുണ്ടെന്ന് കുറ്റം ആരോപിക്കപ്പെട്ടാൽ പിന്നെ ഒരു വിചാരണ നടക്കും. ആ വിചാരണയാണ് സ്മാർത്ത വിചാരം എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ ഒരു പ്രത്യേക രീതിയുണ്ട്. ആ സ്ത്രീയെ ഒരു പ്രത്യേക ഇരുട്ടറയിൽ ആദ്യം അടയ്ക്കും. അതിനുശേഷം ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വിചാരണയാണ്. അപ്പോൾ വിചാരണയ്ക്ക് വേണ്ടി നമ്പൂതിരി സമുദായത്തിലെ നിയമമൊക്കെ പഠിച്ചിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ആളുകൾ വരികയും അവർ ഈ നടന്ന സംഭവങ്ങളെക്കുറിച്ച് സ്ത്രീയോട് ചോദിക്കും, കുറ്റം ആരോപിച്ച ആളോട് ചോദിക്കും. ആ തെളിവുകളൊക്കെ വെച്ച് അവസാനം വിചാരണ നടത്തി കുറ്റം തെളിഞ്ഞാൽ, എന്ന് വെച്ചാൽ ആരൊക്കെങ്കിലും തെളിവുകളൊക്കെ കൊണ്ടുവന്ന് കൊടുത്താൽ അവസാനം ആ സ്ത്രീയെ ഭ്രഷ്ട് കൽപ്പിക്കും ജാതിയിൽ നിന്ന്. ഇതാണ് അതിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഭർത്താവല്ലാത്ത പുരുഷന്മാർ നമ്പൂതിരി സമുദായത്തിൽ നിന്നാണ് ബന്ധം സ്ഥാപിച്ചിരിക്കുന്നതെങ്കിൽ ആ പുരുഷന്മാരെയും ജാതിയിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിക്കും. ഇപ്പോൾ ഈ കുറിയെടുത്ത് ധാത്രി ഇങ്ങനെ ഒരു വിചാരണയ്ക്ക് അവർ കൊണ്ടുവരികയും കുറിയെടുത്ത് ധാത്രിയുടെ വിചാരണ ആരംഭിക്കുകയും ചെയ്തു. 60ഓളം പേരുടെ പേര് കുറിയെടുത്ത് ധാത്രി തന്നെ അങ്ങോട്ട് പറഞ്ഞു എന്നാണ് പറയുന്നത് ചരിത്രത്തിൽ. എന്നുവെച്ചാൽ ഈ നമ്പൂതിരി സമുദായത്തിന് തന്നെ അകത്തുള്ള ആളുകളുടെ പേര്.
എന്ന് വെച്ചാൽ ആ കുറിയെഴുത്ത് ധാത്രി പറഞ്ഞ പേരുകൾ എന്ന് പറഞ്ഞാൽ വിചാരണയ്ക്ക് വലിയ കാരണവസ്ഥാനത്തൊക്കെ വന്ന ആളുകൾ പോലും അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഒരു പക്ഷേ വിചാരിച്ചിട്ടുണ്ടാവും കുറിയെഴുത്ത് ധാത്രി തങ്ങൾ ഒറ്റിക്കൊടുക്കില്ല എന്ന്. പക്ഷേ എല്ലാവരെ കുറിച്ച് പറയുക മാത്രമല്ല, അതിനുള്ള തെളിവുകളും കുറിയെഴുത്ത് ധാത്രിയുടെ കയ്യിലുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ അക്കാലത്ത് അപ്പോൾ അതിനർത്ഥം ഒരു കുറിയെഴുത്ത് ധാത്രി മാത്രമായിരിക്കില്ല, ഒരുപാട് പേരുമായി പുരുഷന്മാർ ഇത്തരത്തിൽ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നുണ്ടാവും. ആരെങ്കിലൊക്കെ പിടിക്കപ്പെടും ഏതെങ്കിലും സാഹചര്യത്തിൽ, അവരെ എത്രയും പെട്ടെന്ന് വിചാരണ ചെയ്ത് സമൂഹത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് അക്കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഇവർ ചുമ്മാ പറയുകയല്ല, എല്ലാത്തിനും ഇവരുടെ കയ്യിൽ തെളിവുകളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ചിലരുടെ സ്വർണ്ണമാല, വസ്ത്രം, ഇങ്ങനെയുള്ള ധാരാളം തെളിവുകൾ അവർ ചോദിക്കുമ്പോൾ ഭാര്യമാർ വന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. ഇതെൻ്റെ ഭർത്താവിൻ്റെ മോതിരം, ഇതൊക്കെ അവർ സമ്മാനമായിട്ട് ഇവർക്ക് കൊടുത്താൽ. സുന്ദരിയായ ഒരു സ്ത്രീ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്, അവർ കാണാൻ അതിസുന്ദരിയായിരുന്നു. മാത്രമല്ല അവരൊരു പ്രതിഷേധം പോലെയാണ് ഈ പുരുഷന്മാരുമായിട്ടുള്ള ബന്ധത്തെ കണ്ടത്. എന്തെങ്കിലും ഒരു കാലത്ത് പിടിക്കും, എല്ലാത്തിനിട്ടും പണി കൊടുക്കാം എന്ന് മുൻകൂട്ടി കരുതിയതാണ് എന്നും പറയുന്നുണ്ട്. വേറൊരു കഥയുണ്ട്, ഈ കുറിയെഴുത്ത് ധാത്രിയെ കാണാൻ ഒരു ശങ്കരപ്പണിക്കർ എന്ന് പറയുന്ന പ്രശസ്തനായൊരു അക്കാലത്തെ കഥകളി നടൻ പോയതിനെ കുറിച്ചൊരു പണ്ട് അദ്ദേഹം ഇങ്ങനെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. കുറിയെഴുത്ത് ധാത്രിയോടുള്ള ആരാധന കൊണ്ട് ഒരുപാട് തവണ അദ്ദേഹം പുറകെ നടക്കുകയും ഒടുവിൽ അദ്ദേഹത്തോട് കുറിയെഴുത്ത് ധാത്രി പറഞ്ഞു, കീചകന്റെ വേഷത്തിൽ വന്ന് എന്നെ കാണണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ദിവസം കഥകളി കഴിഞ്ഞ് അതേ വേഷത്തിൽ കുറിയെഴുത്ത് ധാത്രിയെ കാണാൻ പോയി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ ഭ്രഷ്ട് കൽപ്പിച്ച്, അദ്ദേഹത്തിന് ഭയങ്കരമായ വലിയ നടനായിരുന്നു കഥകളിയിൽ, അദ്ദേഹത്തെ ജാതിയിൽ നിന്നൊക്കെ പുറത്താക്കിയതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ എല്ലാവരുടെയും കയ്യിലും തെളിവുകൾ കൊടുത്ത് കുറിയെഴുത്ത് ധാത്രി അന്ന് നടന്നൊരു വലിയ അക്കാലത്ത് കുറിയെഴുത്ത് ധാത്രിയെ ബഹുമാനത്തോടെയും ആദരവോടെയൊക്കെ കണ്ട് ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കുറേ ആളുകൾക്ക് ഇട്ട് പണി കൊടുത്തല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന ഇത് ഒരുപാട് കഥകൾക്ക് അക്കാലത്ത് പശ്ചാത്തലമാവുന്നുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാ. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസ നിഷേധം, അവരുടെ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കുക, അതുപോലെ നേരത്തെ പറഞ്ഞ ഒരു ഇവർക്ക് കുട്ടികളായിരിക്കുന്ന കാലത്തെ സ്വാതന്ത്ര്യമുള്ളൂ. അത് കഴിഞ്ഞ് ഋതുമതി ആയിക്കഴിഞ്ഞാൽ അന്ന് മുതൽ വീടിനകത്തിരിപ്പാണ്. പിന്നെ വിവാഹം കഴിയുമ്പോഴാണ് പുറത്തേക്കൊന്ന് ഇറങ്ങാൻ കഴിയുക. ആ വിവാഹം പോലും അവരുടെ ഇഷ്ടത്തിനല്ല നടക്കുന്നത്. ആരെങ്കിലും വന്ന് വിവാഹം കഴിക്കാൻ, ചിലപ്പോൾ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വിവാഹമൊക്കെ ആയിട്ട് വിവാഹം കഴിച്ച് പോകേണ്ടി വരുന്ന സ്ത്രീകളുടെ അവസ്ഥ, അവിടെ ചെന്ന് അവരനുഭവിക്കുന്ന വേദനകൾ. അതുപോലെ പുരുഷന്മാർക്കിടയിൽ അപ്പന്മാരെന്ന് പറഞ്ഞാൽ മൂത്ത ജ്യേഷ്ഠന് മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ, ബാക്കി എല്ലാവരും സംബന്ധമാണ്. അപ്പോൾ ഈ സംബന്ധത്തിന് പോകുന്ന അപ്പന്മാർക്ക് വൈകാരിക ബന്ധങ്ങളുടെ പ്രശ്നങ്ങൾ വരും, അവർക്കൊരു കുടുംബം ഇല്ലാത്തതിൻ്റെ വിഷമങ്ങൾ. ഇതൊക്കെ പല കഥകളിലായിട്ട് അവർ അവതരിപ്പിച്ചു. ഈ കഥകൾക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ പ്രത്യേകിച്ചും പഴയ കാലത്ത്, ഇപ്പോൾ പറഞ്ഞ ഇവിടെ ജീവിക്കുന്നവരുടെ ജീവിതവും നമുക്ക് നമ്മുടെ ജീവിതമൊക്കെ ആയിട്ട് തോന്നും, സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട്. പണ്ടെന്ന് പറഞ്ഞത് നമ്മൾ ജീവിക്കുമ്പോൾ വിചാരിക്കും ലോകത്തെല്ലാവരും നമ്മളെ പോലെ ജീവിക്കുന്നതെന്ന് അവർ കരുതുന്നുണ്ടാവും. അവർക്ക് അറിയില്ലല്ലോ പുറത്തെന്താ നടക്കുന്നതെന്ന്. അപ്പോൾ വേറൊരാളുടെ വിഷമം അതിനൊരാൾ പരിഹാരം കാണുന്നതായിട്ടോ അതിനൊരാൾ പ്രതികരിക്കുന്നതൊക്കെ ആയിട്ടൊരു കഥ വായിച്ചു കഴിയുമ്പോൾ അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് അവർ തിരിച്ചറിയും ഈ കഥകളിലൂടെ. അങ്ങനെ നമ്പൂതിരി സമുദായത്തിനകത്ത് വലിയ മാറ്റങ്ങൾക്ക് കാരണമായ ഒരു കാലഘട്ടമാണ് നവോത്ഥാന ചെറുകഥയുടെ ആരംഭം എന്ന് പറയുന്നത്. വി.ടി. ഭട്ടതിരിപ്പാട്, മുത്തരിങ്ങോട് എം.ആർ.ബി. ഇവർ 3 പേരുമാണ് പ്രധാനപ്പെട്ട എഴുത്തുകാർ. അവരന്ന് കഥകളിലൂടെ കൈകാര്യം ചെയ്തത് അക്കാലത്ത് സ്ത്രീകൾക്കും വിദ്യാഭ്യാസ അവകാശം നേടിക്കൊടുക്കണം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടണം, അതുപോലെ ഭാര്യമാർക്കിടയിലെ പ്രശ്നങ്ങൾ, ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടാകുമ്പോൾ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. വൈദ്യവ്യ പീഡകൾ, വിധവാ വിവാഹം, പ്രേമഭംഗം, സ്ത്രീധന പ്രശ്നങ്ങൾ, സ്മാർത്ഥ വിചാരം, ഇതൊക്കെ അവരുടെ കഥകളിൽ പ്രമേയമായി വന്നു. ഇതിലൂടെ ഒരു സമൂഹത്തെ മാറ്റാനുള്ളൊരു ശ്രമമാണ് അക്കാലത്തുണ്ടാവുന്നത്. ഈ കാലത്ത് എഴുത്തിൻ്റെ സ്വഭാവവും അതുപോലെ മാറുന്നുണ്ട്. നമ്മൾ ആദ്യകാല ചെറുകഥയെ പറഞ്ഞതുപോലെ തന്നെയാണ്. ആദ്യകാല ചെറുകഥകളിൽ ഒരു ഉപരിവർഗ ഭാഷയാണ്, സംസ്കൃത സ്വാധീനം കൂടുതലാണെന്ന് പറയും പോലെ ഇവർ കുറെ കൂടി സാധാരണക്കാർക്ക് വേണ്ടി അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് എഴുത്തിനെ കൊണ്ടുവന്നു. കഥകൾക്ക് പറയൂ സാർ. ഓൺലൈൻ സ്റ്റുഡൻസിന് മെറ്റീരിയൽ എങ്ങനെയാ കൊടുക്കുന്നേ? മെറ്റീരിയൽ ഗ്രൂപ്പിലിടാം. എനിക്ക് നിങ്ങളെ ആരൊക്കെ ഉള്ളതെന്ന് അറിയാത്തതുകൊണ്ടാ. ഇന്ന് PCM ഗ്രൂപ്പിലുള്ളവരല്ലേ? അതെ സാർ. ഓക്കെ, അതിന് PDF ആയിട്ട് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ സാർ. ഓക്കെ, മെറ്റീരിയൽ ഞാനത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കാണിക്കുന്നേ ഉള്ളൂ. മുഴുവൻ മെറ്റീരിയലും ഒരുമിച്ച് പുസ്തകമായിട്ട് നിങ്ങൾക്ക് തരും. ഞാൻ ഓറിയൻറ്റേഷനിൽ പറഞ്ഞിരുന്നു പുസ്തകമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന്. അത് ഓക്കെയാണ്, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 മാസം എടുക്കും. അപ്പം അതുവരെ തൽക്കാലം PDF ആയിട്ട് തരാം, അത് കയ്യിൽ വെക്കുക. പിന്നീട് മുഴുവൻ പുസ്തകവും ഒരു ബുക്കായിട്ട് തന്നെ തരാം. ഇത് കൂടാതെ അധിക വായനയ്ക്കുള്ള മെറ്റീരിയൽസ് ഉണ്ട്, അത് PDF ആയിട്ട് ഗ്രൂപ്പിൽ തന്നെയായിരിക്കും ഇടുന്നത്. നമ്മൾ മലയാളം നിങ്ങളൊരു ഗ്രൂപ്പായി മാറും. ഇനി മലയാളം ഇപ്പോൾ നിങ്ങൾ ട്രയലായിട്ടിരിക്കുന്നവരാ, മലയാളം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് മാറും. അപ്പോൾ ആ ഗ്രൂപ്പിനകത്ത് ഓരോ ദിവസവും ക്ലാസ് കഴിയുമ്പോൾ
ഈ മെറ്റീരിയലിന് പുറത്തുള്ള സാധനങ്ങൾ PDF ആയിട്ട് ഇടും. ഇപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി കുറച്ച് പഠനങ്ങളൊക്കെ തരും, അതൊക്കെ വായിച്ച് നോട്ട് എടുക്കണം. അപ്പോൾ അതിനുള്ളത് നമ്മൾ ഗ്രൂപ്പിലിടും മെറ്റീരിയലായിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അത് എഴുത്തുകാർ അവരുടെ ഭാഷയെ പരിഷ്കരിച്ചു, വിഷയ സ്വീകരണത്തിൽ പുതുമകൾ കൊണ്ടുവന്നു, ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ആളുകളായിട്ട് എഴുത്തുകാർ മാറുകയാണ്. ഇതാണ് നവോത്ഥാന കാല ചെറുകഥ എന്ന് നമ്മൾ വിളിക്കുന്ന സാമൂഹിക മാറ്റത്തിൻ്റെ ആരംഭം. ഈ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള കഥകൾക്ക് അത്തരത്തിൽ വലിയ സ്വാധീനം സമൂഹത്തിൽ ചെലുത്താൻ കഴിഞ്ഞു. സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാഹിത്യത്തിന് കഴിയും എന്ന ആളുകൾ ചിന്തിച്ചൊരു കാലഘട്ടമാണ്. അങ്ങനെ ഇതിൻ്റെ ഒരു ആദ്യ ഘട്ടം ഉണ്ടായി. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളും പുരുഷന്മാരുടെ പ്രശ്നങ്ങളും സമൂഹത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ സമൂഹത്തിന് ഒരു പുതിയ രൂപത്തിൽ കാണാനുള്ളൊരു ശ്രമമൊക്കെയാണ് ഈ കാലത്തുണ്ടാവുന്നത്. ഇതിൻ്റെ തുടർച്ച വളരെ പെട്ടെന്ന് മലയാള ചെറുകഥയിൽ സംഭവിക്കുകയാണ്. നവോത്ഥാന ചിന്തകളും നവോത്ഥാന പ്രവർത്തനങ്ങളും കേരളത്തിലാകമാനം ശക്തിപ്പെടുകയാണ്. ശരിക്കും നമ്മൾ ഈ ചെറുകഥയുടെയൊക്കെ ചരിത്രം എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയും ചരിത്രം പഠിക്കുമ്പോൾ കാലവുമായിട്ട് വലിയ ബന്ധമുണ്ട്. അതുപോലെ തന്നെയാണ് ചെറുകഥയും. 1920കളൊക്കെ ആകുമ്പോഴേക്കും ഈ സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടുന്നു, ദേശീയ പ്രസ്ഥാനം ഇവിടെ കടന്നു വരുന്നു. ഇത് കൂടാതെ കേരളത്തിൽ മാത്രം, ഇപ്പം ഇന്ത്യയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, കേരളത്തിൽ മാത്രം കേരളീയ സമൂഹത്തിന് ചില പ്രത്യേകതകളുണ്ട്. നിങ്ങൾക്ക് കേരളത്തിന് പുറത്തോട്ട് യാത്ര ചെയ്താൽ പെട്ടെന്ന് അനുഭവപ്പെടുന്നൊരു കാര്യമാണ്. നമ്മളങ്ങനെ വലിയൊരു കേരളീയ എന്നുള്ള ഭയങ്കര അഭിമാന ബോധത്തിൽ പറയുന്നൊന്നുമല്ല. അതിന് പല കാരണങ്ങളുണ്ട്. കേരളത്തിനകത്ത് വേറെ ചില പ്രശ്നങ്ങളുണ്ട് താനും. അപ്പോൾ അവിടെ ചില കാര്യങ്ങൾ കുറവാണെന്ന് പറയുമ്പോഴും കേരളത്തിന് ചില ഗുണങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. എന്നാലും ഒരു സമൂഹം എന്ന രീതിയിൽ ഇന്ത്യയിൽ മറ്റേത് സംസ്ഥാനത്തേക്കാളും ഉയർന്ന ഒരു സാമൂഹിക ജീവിതവും നിയമബോധവും നീതിബോധവും ഒക്കെ മലയാളികൾക്കുണ്ടെന്ന് പറയാം. ഇപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ പോയിട്ട് നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസുകാർ 50 രൂപയ്ക്കും 100 രൂപയ്ക്കും വരെ കൈ കാണിക്കും. കേരളത്തിലൊരു പോലീസുകാരൻ അത്ര നേരിട്ട് ചോദിക്കാനുള്ള ധൈര്യം വരില്ല. എന്ന് വെച്ചാൽ കേരളത്തിലെ പോലീസുകാരും പൈസ മേടിക്കുന്നില്ല എന്നതിന് അർത്ഥമൊന്നുമില്ല. കേരളത്തിലെ പോലീസുകാർ വേറെ രീതിയിൽ പൈസ മേടിക്കുന്നുണ്ടാകാം. പക്ഷെ ഞാൻ പറഞ്ഞ അത്ര പൊതുവായിട്ട് പബ്ലിക്കായിട്ട് അത് ചെയ്യാൻ പാടില്ല എന്ന് മലയാളികൾക്കൊരു ബോധമുണ്ട്. എപ്പോഴാണ് പണി കിട്ടുക എന്നറിയില്ല എന്നതുകൊണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മുടെ വൃത്തി ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ജീവിത സാഹചര്യങ്ങൾ അതിനെ നമ്മൾ വൃത്തിയുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ അതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസവും മറ്റുമൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേരളീയ സമൂഹം വളരെ മുന്നിലാണ്. അതിന് കാരണം അതിന് ജാതി ബോധം. ഇപ്പം നമ്മുടെ ദുരഭിമാനക്കൊല കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ പെർസെൻറ്റേജ് നോക്കുമ്പോൾ ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞാൽ ജാതി എന്നൊക്കെ പറയുന്നത് ഭയങ്കര വർഗ്ഗബോധമാണ്. വലിയ ക്രൂരമായ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അവിടുത്തെ സിനിമകളിലൊക്കെ അത് വിഷയവുമാണ്. അപ്പോൾ അത്ര കേരളത്തിലില്ല. കേരളത്തിലുണ്ടായിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ കെവിൻ്റെ സംഭവമൊക്കെ ജാതി ദുരഭിമാനക്കൊലയൊക്കെ തന്നെയാണ്, എന്നാലും നമ്പർ ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ കേരളീയ സമൂഹത്തിലുണ്ടായിട്ടുണ്ട്. അതിന് വലിയ സ്വാധീനം ചെലുത്തിയ ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലുണ്ടാവുന്നത് ആ കാലഘട്ടത്തിലാണ്. അതിലൊന്നാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹിക നവോത്ഥാന സംഘടനകളുടെ രൂപപ്പെടലാണ്, അല്ലെങ്കിൽ സാമുദായിക സംഘടനകളുടെ രൂപപ്പെടലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ SNDP, NSS അങ്ങനെയുള്ള സംഘടനകൾ കേരളത്തിൽ ശക്തമാവുകയും ഇവരെല്ലാം പൊതുവായിട്ട് ജാതീയതയ്ക്കെതിരായിട്ടുള്ള ഒരു ആഹ്വാനമാണ് മുന്നോട്ട് അക്കാലത്ത് വയ്ക്കുന്നത്. ഇപ്പോൾ NSSൽ മന്നത്ത് പത്മനാഭനെ പോലുള്ളവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു മാറ്റം, അക്കാലത്ത് നായർ സമുദായം ജാതി ശ്രേണിയിൽ കുറച്ച് മുകളിലാണ്. അപ്പോൾ പോലും അതിനകത്ത് വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, അവരുടെ ജാതി ബോധങ്ങളും മറ്റുമൊക്കെ. അതിന് അദ്ദേഹം തൻ്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന ആളുകളോട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ആ ജാതി ഇല്ലാതാക്കണം എന്നൊരു സങ്കല്പമൊക്കെ അദ്ദേഹം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ SNDP അദ്ദേഹം തുടങ്ങുന്നതിൻ്റെ ഉദ്ദേശം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നൊക്കെ പറഞ്ഞ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന മനുഷ്യജാതിയെക്കുറിച്ചും മനുഷ്യ സമുദായത്തെക്കുറിച്ചും ഒക്കെയാണ്. മനുഷ്യജാതി ആ സങ്കല്പത്തിൽ അദ്ദേഹം അത് പറയുന്നത്. പക്ഷേ പിന്നീട് അത് ഒരു ജാതി എന്ന് പറയുന്ന ഈഴവ ജാതിയായിട്ടൊക്കെ രൂപാന്തരപ്പെടുന്നുണ്ട്. അത് ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. എന്നാൽ അക്കാലത്തെ ആളുകളെ ഇപ്പോൾ തൊഴിലിനോടൊപ്പം എന്തൊക്കെ തൊഴിൽ ചെയ്യണം, എങ്ങനെ വിദ്യാഭ്യാസം നേടണം, അതുപോലെ ക്ഷേത്രങ്ങളിൽ പൂജാരിയാവാൻ കഴിയാത്ത ആളുകളെ എങ്ങനെ പൂജാരിയാക്കി മാറ്റും. അതായത് വളരെ ഫേമസ് ആയിട്ടുള്ള അരുവിക്കര പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരു നടത്തുന്നത്, അദ്ദേഹം ഒരു കല്ലെടുത്ത് പ്രതിഷ്ഠിച്ചിട്ട് ഞാൻ ശിവനെ പ്രതിഷ്ഠിച്ചു എന്ന് പറഞ്ഞ് ആളുകൾ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്നാണ് പറയുന്നത്. അതിനർത്ഥം അദ്ദേഹം വിഗ്രഹാരാധനയ്ക്ക് അങ്ങനെ ആഹ്വാനം ചെയ്തതൊന്നും അല്ല. ചിലപ്പോൾ പിന്നീട് അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം ഉദ്ദേശിച്ചതൊക്കെ ആർക്കും ചെയ്യാം. ഇതൊക്കെ കണ്ണാടി പ്രതിഷ്ഠ നടത്തി, നിങ്ങൾ കാണുന്നത് നിങ്ങളെ തന്നെയാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള സാധനമാണ് നിങ്ങൾ ദൈവമായിട്ട് കാണേണ്ടത്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പുതിയ ആശയങ്ങൾ, ശരിക്കും ആധ്യാത്മിക തലത്തിൽ വലിയ മാറ്റങ്ങൾ ഈ സംഘടനകൾ ഉണ്ടാക്കി. ഇതോടൊപ്പം തന്നെ കേരളത്തിലെ മാറ്റങ്ങൾക്ക് കാരണം ഒന്ന് ദേശീയ പ്രസ്ഥാനവും അതിലൂടെ കേരളത്തിൽ രൂപാന്തരപ്പെട്ടു വന്ന രാഷ്ട്രീയ പാർട്ടികളുമാണ്. ഒന്ന് കോൺഗ്രസിൻ്റെ അക്കാലത്തെ പ്രവർത്തനം, ഒരു ദേശീയ ബോധം വളർത്താൻ
സമൂഹത്തിൽ കാരണമായി. പിന്നീട് കോൺഗ്രസിൽ നിന്ന് രൂപം മാറി വരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ആശയം, കേരളത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുന്നതിന് മുമ്പേ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ആശയങ്ങൾ കടന്നു വന്നു. നമ്മൾ വർഗ സിദ്ധാന്തം എന്നൊക്കെ പറയുന്ന ഈ ലോകത്ത് 2 വിഭാഗമേ ഉള്ളൂ എന്നാണ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ വിഭാവനം ചെയ്യുന്നത്, മുതലാളിയും തൊഴിലാളിയും. അടിത്തറ മേൽപ്പുര സിദ്ധാന്തം എന്നാണ് മലയാളത്തിൽ പറയാം. ഒരു ഹൈറാർക്കിയാണ്, മുകളിൽ മുതലാളിയാണ്, താഴെ തൊഴിലാളിയാണ്. മുതലാളിയുടെ ലാഭം എന്ന് പറയുന്നത് തൊഴിലാളിയുടെ കഷ്ടപ്പാട്, ജോലിയാണ്. ഇതാണ് അതിൻ്റെ ആശയം. അപ്പോൾ ഇത്തരത്തിലുള്ള ആശയങ്ങൾ കൊണ്ടുവന്ന് ഒരു വർഗബോധം കേരളീയ സമൂഹത്തിനുണ്ടാക്കാൻ ആ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞു. ഞാൻ പറയുന്ന പല മേഖലകളിലാണ് ഇത് ഇടപെടുന്നത്. വേറൊന്ന്, നമ്മളിവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വളരെ പെട്ടെന്ന് ശക്തി പ്രാപിച്ചു. എല്ലാ മതങ്ങളിലും പെട്ട, എല്ലാ ജാതിയിലും പെട്ട ആളുകൾ ഒരുമിച്ചിരുന്ന് വിദ്യാഭ്യാസം തുടങ്ങാൻ തുടങ്ങി. ശ്രീ ചിത്തിര തിരുനാളിൻ്റെ രാജാവിൻ്റെയൊക്കെ ആഹ്വാനപ്രകാരം ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ തിരുവിതാംകൂറിലൊക്കെ വളരെ പണ്ടേ നിർബന്ധമാക്കുന്നുണ്ട്. തുടങ്ങി, പിന്നെ എല്ലാവരെയും പഠിപ്പിക്കാനായി, എല്ലാ ജാതിയിലും പെട്ടവർ ഒരുമിച്ചിരുന്ന് പഠിക്കാനായി, അങ്ങനെയുള്ള രാജാക്കന്മാരുടെ ഇടപെടലുകളൊക്കെ അതിന് ഭാഗമാവുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുന്നു, അതിലൂടെ നമ്മൾ ആധുനിക വിദ്യാഭ്യാസം നേടുന്നു. ആധുനിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് ഭാഷ പഠിച്ചു എന്ന് മാത്രമല്ല, മോഡേൺ ആയിട്ട് ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുക. അതിനു മുമ്പൊക്കെ പഠനം എന്ന് പറയുന്നത് ഈ സംസ്കൃത ഗ്രന്ഥങ്ങൾ വായിക്കുകയോ വേദങ്ങൾ ഉച്ചാരണങ്ങൾ ഉച്ചരിച്ച് ഇങ്ങനെ കാണാതെ പഠിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് സംസ്കൃത പഠനം എന്ന് പറയുന്നത്. അതിൽ വിഷയമില്ലല്ലോ, കാണാതെ പഠിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ശരിക്കും കേരളീയ സമൂഹത്തിന് വലിയ മാറ്റങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. അതുപോലെ ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഇംഗ്ലീഷ് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ഒക്കെ ഭാഗമായി വലിയ പ്രശസ്തമായ പല ചിന്തകളും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഫ്രോയിഡിൻ്റെ മനഃശാസ്ത്രം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു, മാർക്സിൻ്റെ ദാസ് ക്യാപിറ്റൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഇങ്ങനെയുള്ള ചിന്തകൾ കേരളീയ സമൂഹത്തെ പുതിയ രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ആ ചിന്തകരുടെ വലിയ സ്വാധീനത്തിലാണ് ശരിക്കും പറഞ്ഞാൽ നവോത്ഥാന കാല ചെറുകഥയുടെ ഏറ്റവും ശക്തമായ കാലഘട്ടം രൂപപ്പെടുന്നത്. ഇതിനോടൊക്കെ ഒപ്പം സാഹിത്യത്തിൽ മാത്രം സ്വാധീനം ചെലുത്തിയ മറ്റൊരു പ്രസ്ഥാനം കൂടി ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ പേര് പുരോഗമന സാഹിത്യ പ്രസ്ഥാനം എന്നാണ്. ഇന്നും അതുണ്ട്. പുക്കാസ എന്ന് പറയുന്ന പുരോഗമന കലാസാഹിത്യ സംഘം എന്നാണ് ഇന്നറിയപ്പെടുന്നത്. പക്ഷെ അതിൻ്റെ ആരംഭം പുരോഗമന സാഹിത്യ പ്രസ്ഥാനം എന്നുള്ള പേരിലായിരുന്നു. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ആകമാനം ഉണ്ടായ ഒരു പ്രസ്ഥാനമാണ്. അതിൻ്റെ രൂപപ്പെടൽ 1936 ലക്നൌവിൽ വെച്ച് ഒരു ഇന്ത്യൻ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു സംഘടന രൂപീകരിക്കുകയാണ്. കുറേ ആളുകൾ ഒത്തുകൂടി അവർ ഇനി നമ്മൾ സാഹിത്യത്തിൽ എന്ത് ചെയ്യണം എന്നൊരു ചിന്ത തുടങ്ങി വയ്ക്കുകയാണ്. അപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം, ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാഹിത്യകാരന്മാർ ഇടപെടണം, സമൂഹത്തിന് ഗുണമുള്ള കാര്യങ്ങളെ എഴുതാവൂ, സാമൂഹിക ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഈ ആശയം മുൻനിർത്തി ഈ എഴുത്തുകാരുടെ കൂട്ടായ്മ ഉണ്ടാവുകയും അവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രൂപപ്പെടുകയും ചെയ്തതാണ് പുരോഗമന സാഹിത്യ പ്രസ്ഥാനം. 1937 കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ അവിടെ, കുറച്ച് പേർ അവിടെ പോയി, അവർ തിരിച്ചു വന്ന് ഇവിടെ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടി പുരോഗമന സാഹിത്യ സംഘടന രൂപീകരിക്കാൻ. പിന്നീട് 1944 ആയപ്പോൾ അത് പേര് മാറ്റി ജീവൽ സാഹിത്യ സംഘടന ആവുന്നുണ്ട്. ഈ കാലഘട്ടത്തിനൊക്കെ ഇടയ്ക്ക് ഒരുപാട് എഴുത്തുകാർ ഈ സംഘടനയുടെ ആശയങ്ങളെ പിൻപറ്റി ധാരാളം രചനകൾ നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പ്രധാനമായിട്ടുള്ള ഒരു ആശയം എന്ന് പറയുന്നത് സമൂഹത്തിന് ഗുണകരമാകണം എഴുത്ത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കഥ അല്ലെങ്കിൽ സാഹിത്യമൊക്കെ എപ്പോഴും സമൂഹത്തിന് ഗുണകരമായി തന്നെ വേണം എന്നാണ് അഭിപ്രായം. വ്യത്യസ്തമായ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ലോകത്ത് ഇന്നും ചർച്ച ചെയ്ത് തീരാത്തൊരു പ്രശ്നമാണ്. നിങ്ങളുടെ ഒരു അഭിപ്രായം അറിയാൻ ചോദിച്ചെന്നുള്ളൂ. എന്ത് തോന്നുന്നു? കലയ്ക്ക് ലോകത്തെ മാറ്റാൻ കഴിയുമോ സാഹിത്യത്തിനൊക്കെ? അല്ലെങ്കിൽ അതൊരു ഉത്തരം മാറ്റാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് യെസ് ആയിരിക്കും ഉത്തരം. പക്ഷേ അത് ഉത്തരവാദിത്വമാണോ എഴുത്തുകാരൻ്റെ? നിർബന്ധമുണ്ടോ? അല്ല, വേണമെന്നില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ലോക സാഹിത്യത്തിലും ഈ ചർച്ച 2 തരത്തിലാണ്. ഇപ്പോൾ ഇന്ത്യക്കകത്ത് ഗാന്ധിജിയെ പോലുള്ളവർ നിർബന്ധമായിട്ടും സാഹിത്യത്തിനൊരു സാമൂഹ്യ പ്രതിബദ്ധത വേണമെന്ന് പറഞ്ഞവരാണ്. ഷെല്ലി, കീറ്റ്സ് അങ്ങനെ തുടങ്ങിയ ചില ആളുകളൊന്നും അതിനോടത്ര യോജിക്കുന്നില്ല. അപ്പോൾ ലോക സാഹിത്യത്തിൽ തന്നെ സാമൂഹിക ഉത്തരവാദിത്തം കലയ്ക്കുണ്ട്, സാഹിത്യത്തിന് ഉണ്ട് എന്ന് പറയുന്നവരുണ്ട്, അത് നിർബന്ധമില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ മലയാളത്തിൽ എങ്ങനെ സംഭവിച്ചു എന്നറിയില്ല, ആ കാലഘട്ടത്തിലെ മുഴുവൻ എഴുത്തുകാരും, പ്രധാനമായിട്ടും ചെറുകഥയിലും നോവലൊക്കെ എന്ന പ്രധാനപ്പെട്ട മിക്ക എഴുത്തുകാരും ഈ സംഘടനയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചത്. കവികളിൽ കുറച്ച് പേര് മാറി സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പോൾ ചങ്ങമ്പുഴയെപ്പോലുള്ള കവികളൊന്നും ഇതിനോട് അത്ര പൂർണ്ണമായി യോജിക്കുന്നില്ല. പക്ഷേ ചെറുകഥാകൃത്തുക്കളിൽ പ്രധാനപ്പെട്ട ആളുകളെല്ലാം എന്തായാലും ഈ പുരോഗമന സാഹിത്യ സംഘടനയോട് യോജിച്ച് സാമൂഹിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. ഇതാണ് മലയാളത്തിലെ റിയലിസ്റ്റിക് ചെറുകഥ അല്ലെങ്കിൽ റിയലിസ്റ്റിക് കഥകൾ, യഥാർത്ഥ കഥകൾ എന്നോ
അല്ലെങ്കിൽ റിയലിസ്റ്റിക് കഥകളെന്നോ, റിയലിസ്റ്റിക് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതൊരു ഇംഗ്ലീഷ് പ്രസ്ഥാനം, നമ്മൾ ഈ വാക്ക് ഇംഗ്ലീഷ് ആണെന്നുള്ളത് കൊണ്ട് അതൊരു പാശ്ചാത്യ ലോകത്തുണ്ടായൊരു പ്രസ്ഥാനത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതിൻ്റെ ആശയം ഇത്രയേ ഉള്ളൂ. യഥാതഥം എന്നാണ് മലയാളത്തിൽ പറയുക, റിയലിസം എന്നതിന് യഥാതഥം. യഥാതഥ കഥകൾ, യഥാതഥം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് റിയൽ ആയിട്ടുള്ളത്, ഒറിജിനൽ ആയിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ, അത്രയേ അതിന് ആശയമുള്ളൂ. അപ്പോൾ ഈ എഴുത്തുകാർ അവരുടെ കഥയുടെ അല്ലെങ്കിൽ എഴുത്തിൻ്റെ ഒരു അടിസ്ഥാന ലക്ഷ്യമായിട്ട് കരുതിയത് ഇത്തരത്തിൽ ജീവൽ പ്രശ്നങ്ങളെ അടയാളപ്പെടുത്തുക എന്നാണ്. ഈ കൂട്ടത്തിൽ മലയാളത്തിൽ ചെറുകഥയുടെ സുവർണ്ണഘട്ടമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നത് ഈ കാലത്തെ എഴുത്തുകാരെയാണ്. നിങ്ങൾക്ക് പരിചയമുള്ള എഴുത്തുകാരൊക്കെ തന്നെയായിരിക്കും. പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരനാണ് തകഴി ശിവശങ്കരപ്പിള്ള. ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള എഴുത്തുകാരനാണ്. തകഴിയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ ഓരോ എഴുത്തുകാരെയും വ്യക്തിപരമായി പരിചയപ്പെടുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണെന്ന് വെച്ചാൽ എഴുത്തുകാരെക്കുറിച്ച് അറിയുക, അവരുടെ എഴുത്തിൻ്റെ പ്രത്യേകതകൾ അറിയുക, ഒന്നോ രണ്ടോ കഥകളുടെ പേരുകൾ അറിയുക, കഴിയുമെങ്കിൽ ആ കഥയിലെ കഥാപാത്രങ്ങളെയോ കഥാസന്ദർഭങ്ങളെയോ കുറിച്ചൊക്കെ ഉപയോഗിക്കുക. ഇപ്പോൾ നമുക്ക് അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഇപ്പോൾ വീട്ടിയെക്കുറിച്ചുള്ള ഇതൊരു ചെറിയ അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരമാണ്. വീട്ടിയുടെ കഥകൾ എന്ന് പറഞ്ഞ് DC പുറത്തിറക്കിയത്. ഇതൊന്നും വാങ്ങുമൊന്നും വേണ്ട. അപ്പം ഇങ്ങനത്തെ കഥാസമാഹാരങ്ങൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചിലപ്പോൾ ഇവരുടെ കഥകളൊക്കെ ഒരുമിച്ച് കിട്ടും. ഒന്നോ രണ്ടോ കഥയൊക്കെ കുറേ കഴിഞ്ഞൊക്കെ വായിച്ചാൽ നല്ലതാണ്. കുറച്ച് കഥകൾ ഞാൻ പറഞ്ഞുതരാം. അതുകൂടാതെ ഭാവിയിലേക്ക് നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ ചുമ്മാ ഇരിക്കുമ്പോൾ എടുത്ത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, നോട്ട് എടുക്കണം. ഒരു കഥ മതി ഒരു ഉത്തരം എഴുതാൻ, ഒരാളെക്കുറിച്ച് എഴുതാൻ. പക്ഷേ ആ കഥയിലെ കഥാപാത്രങ്ങളുടെ പേരോ കഥാസന്ദർഭങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു വായനക്കാരനാണെന്ന് ഉത്തരം എഴുതുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും. അത് ഇപ്പോഴേ പറയാൻ പാടില്ലാത്തതാണ്. എന്നാലും നമ്മുടെ പരീക്ഷയുടെ ഡിമാൻഡിന് വേണ്ടി നിങ്ങൾ പഠിക്കുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങൾ വലിയ വായനക്കാരനാക്കുക എന്ന് എനിക്ക് വലിയ ഉദ്ദേശമില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വായിക്കാം, എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുത്ത് വായിക്കാം. അങ്ങനെ വായിക്കേണ്ട എഴുത്തുകാർ ഈ കാലഘട്ടത്തിൽ വരുന്ന എഴുത്തുകാരാണ്. ഇവരുടെയാണ് ഒരു 5 പേരുടെയാണ് പ്രധാനമായിട്ടും പേരെടുത്ത് ചോദിക്കാറ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിൽ വെച്ചോ. ഇപ്പം ഞാൻ പറയുന്ന കഥകൾ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ മെറ്റീരിയൽ ആ കഥയുടെ പേരുണ്ടാവും, കഥയുടെ സന്ദർഭം ഉണ്ടാവും. അപ്പോൾ അത് തന്നെ എല്ലാവരും എഴുതാതിരിക്കാനാണ് പുതിയൊരു കഥ നിങ്ങൾ വായിച്ചാൽ നല്ലതാണെന്ന് പറയുന്നത്. ഓക്കെ, തകഴിയെക്കുറിച്ച് പറയുമ്പോൾ തകഴിയുടെ ജീവിതം നിങ്ങൾക്ക് അറിയാം. അതൊരു ആലപ്പുഴയിലാണ് തകഴിയുടെ ജന്മസ്ഥലവും. കുട്ടനാടിൻ്റെ ഒരു പരിസരമൊക്കെ തകഴിയുടെ കഥകളിലൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ തകഴി ചിലപ്പോൾ നിങ്ങൾ ചെമ്മീൻ സിനിമ കണ്ടിട്ടുണ്ടാവും. അത് കഥ എഴുതിയ ആൾ തകഴിയാണ്. അതല്ലെങ്കിൽ തകഴി എന്ന പേര് എന്തായാലും നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ മലയാളം പഠിക്കുമ്പോൾ കേൾക്കാതെ പോകുന്നൊന്നല്ല. തകഴിയുടെ കഥകൾ യഥാർത്ഥത്തിൽ തകഴി ഈ കഥ എഴുതുമ്പോൾ അദ്ദേഹത്തെ സ്വാധീനിക്കുന്ന ആശയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് മാർക്സിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനമായിരുന്നു. വർഗബോധം അദ്ദേഹത്തിൻ്റെ കഥകളിൽ ശക്തമായിരുന്നു. എന്ന് വെച്ചാൽ ഈ മാർക്സിസ്റ്റ് ആശയങ്ങളോട് വലിയ സ്വാധീനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മാത്രമല്ല കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഒരു ആരംഭം ആലപ്പുഴയും പരിസരമാണ്. പുന്നപ്ര വയലാർ സമരം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ ആലപ്പുഴ തന്നെയാണ്. അപ്പോൾ അതുമാത്രമല്ല ഈ ആലപ്പുഴയിലെ കർഷകർ വളരെ പഴയ കാലം തൊട്ട് തന്നെ ഈ തൊഴിലാളി വിരുദ്ധ ആശയങ്ങളോട് അല്ലെങ്കിൽ തൊഴിലാളി വിരുദ്ധ സമരങ്ങളോടൊക്കെ വളരെയധികം താല്പര്യം കാണിക്കുകയും എഴുത്തുകാരൻ എന്ന രീതിയിൽ തകഴിയെ അത് സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തകഴി എന്ന് പറയുന്നൊരു എഴുത്തുകാരൻ്റെ കഥകളിൽ ഈ കുട്ടനാടൻ കർഷകരുടെ ജീവിതമാണ് പ്രധാനമായിട്ടും കടന്നു വരുന്നത്. ഈ അദ്ദേഹത്തിൻ്റെ കൃഷിക്കാരൻ എന്ന് പറയുന്നൊരു കഥയുണ്ട്. ഈ കഥയിലൊന്നും നമ്മൾ അങ്ങനെ വായിച്ചു പോകുമ്പോൾ വലിയ സംഭവങ്ങളോ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ഈ നാടകീയതയൊന്നുമല്ല തകഴിയുടെ കഥകളുടെയൊക്കെ പ്രത്യേകത. ജീവിത യാഥാർത്ഥ്യങ്ങളെ പച്ചയായിട്ട് അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ആ കൃഷിക്കാരെന്ന് പറയുന്ന കഥയിൽ ഒരു കർഷകൻ്റെ പോരാട്ടമാണ് ശരിക്കും ഇത് അടയാളപ്പെടുത്തുന്നത്. അദ്ദേഹം കർഷകൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്ന് കൃഷിയെ വേണമെങ്കിൽ നമുക്കൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ കാണാം. വേറൊരു തൊഴിലിൻ്റെ കൂടെ കൃഷി ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ജൈവ കൃഷി എന്നൊക്കെ പറയുന്നതിന് വ്യാവസായിക സാധ്യതയുണ്ട്. പക്ഷെ പണ്ടെന്ന് പറയുന്നത് ഒരു കൃഷിക്കാരനാവുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വേറൊന്നും അറിയില്ല. നമ്മൾ ഇന്നൊരു പഠിച്ച ഡോക്ടറാവുക എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ വളരെ ചെറിയ പ്രായം മുതൽ ഒരു സ്വപ്നം കണ്ടൊരു ജോലിയിൽ എത്തുന്നത് പോലെയാണ്. ചെറുപ്പം മുതലേ കൃഷി ജോലികൾ ചെയ്ത് പഠിച്ച് കർഷകനായി തീരുകയാണ്. പടിമുടി കർഷകനാണ്. അദ്ദേഹത്തിന് വേറൊന്നും അറിയില്ല, തൊഴിലായിട്ടും അറിയില്ല, ജീവിതത്തിലും അറിയില്ല. അപ്പം അങ്ങനെ ഒരു ആത്മാർത്ഥമായി കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ്. പക്ഷേ അക്കാലത്ത് കൃഷിക്കാർ നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് ജന്മി കുടിയാൻ വ്യവസ്ഥ അക്കാലത്തുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന മിക്ക കൃഷി സ്ഥലങ്ങളും അക്കാലത്ത് ഏതെങ്കിലും വലിയ മുതലാളിമാരുടെ ആയിരിക്കും. ഇപ്പോൾ ഒരാളുടെ കീഴിൽ 50 ഏക്കർ 100 ഏക്കറൊക്കെ ഭൂമി ഉണ്ടാവും, പാടം കൃഷി ചെയ്യാനുള്ളത്. അത് കർഷകർക്ക് പാട്ടത്തിന് കൊടുക്കുകയാണ്.
എന്ന് വെച്ചാൽ വലിയ പാട്ടം എന്ന് പറയുന്നത് നമ്മളൊരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് തുകയൊന്നും ആയിരിക്കില്ല. ഇപ്പോൾ 3 ഏക്കർ 4 ഏക്കർ വെച്ച് ഓരോ ആളുകൾക്ക് കൊടുക്കും. ചിലർ വലിയ സ്ഥലങ്ങൾ വാങ്ങി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യും. മിക്കവാറും അവർ പറയുന്ന കണക്ക് അനുസരിച്ച് കിട്ടുന്നത് മുഴുവൻ കൊടുത്താലും ചിലപ്പോൾ പാട്ടം കൊടുക്കാൻ തികയില്ല. കൃഷി എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല. ഇന്ന് നമുക്ക് കുറേയൊക്കെ അത് പറയാൻ പറ്റും, നല്ല വിത്തുണ്ട്, നമുക്ക് നല്ലതുണ്ട്. അന്ന് കാലത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പറ കണ്ടം വിതച്ചാൽ, കറക്റ്റ് കണക്കെല്ലാം ചുമ്മാ പറയുക, ഇപ്പോൾ ഒരു 20 പറ നെല്ല് കിട്ടുന്ന കണ്ടമാണെന്ന് കരുതുക. ഒരു പറ കണ്ടം നെല്ല് വിതച്ചാൽ അതിന് ചിലപ്പോൾ പാട്ടം കൊടുക്കേണ്ടത് ചിലപ്പോൾ അവർ ഓൾറെഡി കണക്ക് വെച്ചിട്ട് 18 പറ എന്നായിരിക്കും ചിലപ്പോൾ. ഈ ചിലപ്പോൾ കൃഷി മോശമായി അത്രയും കിട്ടില്ല. 15 പറ നെല്ലേ കിട്ടിയുള്ളെങ്കിൽ 3 പറ നമ്മൾ കടമാണ്. പിന്നെ അടുത്ത വർഷം വീണ്ടും കൊടുക്കുമ്പോൾ 18 പറയും കൊടുക്കണം, 3 പറയും കൊടുക്കണം. ഒരു കാലത്തും ഈ കടം തീർന്നത് കൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ കർഷകരെ ചൂഷണം ചെയ്യുന്ന ഒരു വ്യവസ്ഥയാണ് ജന്മി കുടിയാൻ എന്ന് പറയുന്ന വ്യവസ്ഥ. അപ്പോൾ കുടിയാന്മാരെന്ന് പറയുന്നത് എല്ലാ കാലത്തും സ്വന്തമായി ഭൂമി ഇല്ലാതെ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ കഥയിൽ, കൃഷിക്കാരെന്ന് പറയുന്ന കഥയിൽ, നമ്മുടെ കേന്ദ്ര കഥാപാത്രം അയാൾ വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്യുകയും കൃഷിയിടത്തിൽ പണിയെടുക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെ അദ്ദേഹത്തിന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കൃഷി കുറച്ച് നഷ്ടമാണ്. ജന്മിയായിട്ട് കുറച്ച് കടമൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് കൃഷി ചെയ്യുന്നതിന് ചുറ്റുപാടുള്ള സ്ഥലങ്ങളിൽ പുറത്തു നിന്നും ചില ആളുകൾ വന്ന് വലിയ തോതിൽ ഭൂമി പാട്ടത്തിനെടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ജന്മി പറഞ്ഞു, അവർ കൂടുതൽ കാശ് തരാമെന്നാണ്, നെല്ല് തരാമെന്നാണ് പറയുന്നത്, നിങ്ങളെ കൊണ്ട് അത്രയാ തരാനാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അത് ഒരിക്കലും നടക്കാത്ത കാര്യമെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. എന്നിട്ടും അദ്ദേഹം അത് സമ്മതിക്കുകയാണ്, ഞാൻ അത്രയും തരാം. അദ്ദേഹത്തിന് എന്താണെന്ന് വെച്ചാൽ ഈ കൃഷി വിട്ടുകൊടുക്കാൻ കഴിയില്ല. കൃഷി അല്ലാതെ വേറൊന്നും അദ്ദേഹത്തിന് ചെയ്യാനറിയില്ല. അങ്ങനെ ചുറ്റുപാടുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഈ പുറത്തുനിന്ന് വന്ന ആളുകൾ വന്ന് വലിയ തുകയ്ക്ക് പാട്ടത്തിനെടുക്കുകയും അവർ പുതിയ രീതിയിലുള്ള കൃഷിയൊക്കെ പരീക്ഷിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ ഇയാൾ പഴയതുപോലെ തന്നെ ആ വർഷം കൃഷി ചെയ്യുന്നു. ആ വർഷവും കൃഷി വിചാരിച്ചത്ര അദ്ദേഹത്തിന് നെല്ലൊന്നും കിട്ടുന്നില്ല. അദ്ദേഹം ജന്മി വീണ്ടും ആവശ്യപ്പെടുവാണ്, ഇത് നടക്കില്ല, നീ കുറേ കടമുണ്ട്, ഞങ്ങൾ വേറെ ആൾക്ക് കൊടുക്കുകയാണ്, അവർക്ക് തന്നെ കൊടുക്കാൻ പോവാന്ന് പറയും. ആ വർഷം അദ്ദേഹം കയ്യും കാലും പിടിച്ച് ഞാൻ കൃഷി ചെയ്യണമെന്ന് 1 വർഷം കൂടി അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. അപ്പോഴേക്കും ഈ ചുറ്റുവട്ടമുള്ള മുഴുവൻ പാടങ്ങളും ഈ പുറത്തുനിന്ന് വന്ന ആളുകൾ എടുത്തു. ഇദ്ദേഹം മാത്രം അദ്ദേഹത്തിൻ്റെ ഭൂമി വിട്ടുകൊടുക്കുന്നില്ല. അത് അദ്ദേഹം ചുറ്റുമുള്ള അവർ കുറച്ച് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് ഇദ്ദേഹത്തോട് വ്യക്തിപരമായൊരു വിരോധം തോന്നുകയും ഈ നെൽകൃഷിയൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചുറ്റുമുള്ള ആളുകൾ സഹകരിച്ചാൽ മാത്രമേ ഈ കൃഷി നടക്കുകയുള്ളൂ. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൃഷി കണ്ടിട്ടോ, കൃഷി അറിയോ, നെൽകൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നാണോ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പാടങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ വെള്ളമില്ലാത്ത സമയത്ത് വെള്ളം അതിലേക്ക് വിടണം. അപ്പോൾ ഇപ്പോൾ കനാലോ അങ്ങനെയുള്ള തോടുകളോ ആണെങ്കിൽ ഒരു പാടത്തിൽ നിന്ന് അടുത്ത പാടത്തേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് വിട്ടാൽ മാത്രമേ വെള്ളം കിട്ടുകയുള്ളൂ. വെള്ളം കൂടുന്ന സമയത്ത് വെള്ളം പുറത്തേക്കും വിടണം. അതും ഈ തോടുകൾ വഴി ഒരാൾ തോട് തുറന്നു കൊടുത്താൽ മാത്രമേ അടുത്ത ആളുടെ കണ്ടത്തിന് വെള്ളം പോവുള്ളൂ. അപ്പോൾ ഈ കുട്ടനാട് പോലുള്ള സ്ഥലങ്ങളിൽ വെള്ളം ഇല്ലാത്തതല്ല, വെള്ളം കൂടുതലുള്ളതായിരിക്കും പ്രശ്നം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാടം ഇടയിൽ പെടുകയും ഇവരുടെ ഒരു ദിവസം ഇവരുടെ കണ്ടത്തിലെ വെള്ളമെല്ലാം ഇദ്ദേഹത്തിൻ്റെ കണ്ടത്തിലേക്ക് വിടും, ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ കണ്ടത്തിലെ വെള്ളം കളയും. ഇങ്ങനെയൊക്കെ ഇദ്ദേഹത്തെ നിരന്തരം ബുദ്ധിമുട്ടിക്കുകയാണ്. അങ്ങനെ ആ വർഷം വലിയ നഷ്ടം ഉണ്ടാവുന്നു. അദ്ദേഹം ജന്മി അവസാനം ഒരു തരത്തിലും പറ്റില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ പാടം തിരിച്ചു പിടിക്കുകയാണ്. അങ്ങനെ ഈ കഥയുടെ അവസാനമാകുമ്പോഴേക്കും അടുത്ത വർഷത്തേക്ക് മുഴുവൻ സ്ഥലവും അവരാണ് ചെയ്യുന്നത്. ജന്മി പാട്ടം തിരിച്ചു പിടിച്ചതിന് ശേഷം പിറ്റേ ദിവസം ഇദ്ദേഹം രാവിലെ എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ ഭാര്യ ചോദിക്കാൻ എങ്ങോട്ടാണ് പോകുന്നത്, നിങ്ങൾ കുറേ കാലം പണിയെടുത്തു, ജന്മിക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു, 2 ദിവസം വീട്ടിലിരിക്കി എന്ന് പറയാണ്. അയ്യോ, എൻ്റെ പാടം നോക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോയി ആ പാടത്ത് ജോലി ചെയ്യുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്. ഈ കാലത്ത് ഈ കഥയുടെ റിയലിസ്റ്റിക് സ്വഭാവം എന്ന് പറയുന്നത് അതിൻ്റെ വിഷയത്തിലാണ്. എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഒരാൾ അങ്ങനെ ഉണ്ടോ എന്നുള്ളതല്ല, ഒരു കൃഷിക്കാരൻ ഇന്നും കൃഷിക്കാരനായിരിക്കും. അദ്ദേഹം കൃഷി ചെയ്യുന്നത് ലാഭത്തിന് വേണ്ടിയല്ല, അത് അദ്ദേഹത്തിൻ്റെ തൊഴിൽ എന്നതിൽ കവിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണെന്നാണ് ഈ കൃഷിക്കാരെന്ന് പറയുന്ന കഥയിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. ഇത്തരത്തിൽ കഥയുടെ മൊത്തം ആശയത്തെ അവർ അവതരിപ്പിക്കുക. ട്വിസ്റ്റിനല്ല പ്രാധാന്യം, അദ്ദേഹത്തിൻ്റെ ജീവിത പ്രതിസന്ധി അവിടെ അവതരിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് വളരെ പ്രശസ്തമായിട്ട് കഥയാണ് വെള്ളപ്പൊക്കത്തിൽ എന്ന് പറയുന്ന കഥ. അതിൽ ചേന്നപ്പറയനും കുടുംബവും താമസിക്കുന്ന കുട്ടനാടൻ പ്രദേശത്ത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നൊരു മഴ പെയ്യാണ്. ഇപ്പോഴും അത് സംഭവിക്കുന്ന സ്ഥലം തന്നെയാണ് കുട്ടനാട്. ഓരോ ദിവസം കഴിയുന്നവരും വെള്ളം ഇങ്ങനെ പൊന്തി വരികയാണ്. സാധാരണ വെള്ളമൊക്കെ ഇങ്ങനെ പൊന്തി വീടിനകത്തൊക്കെ ഒന്ന് കയറി ഇറങ്ങിപ്പോവാറുണ്ട്. പക്ഷെ ആ വർഷം മഴ പിന്നെയും പെയ്തു, വെള്ളം ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ പറയൻ്റെ ഭാര്യയും ഒരു കുഞ്ഞും ഉണ്ട്, അവരുടെ ഒരു പട്ടിയുമുണ്ട്. അവിടെ 4 അംഗങ്ങളാണ് ആ വീട്ടിലുള്ളത്. അപ്പോൾ ഓരോ ദിവസം കഴിയുന്നവർ ഇവർ വീടിൻ്റെ മുകളിലുള്ള മച്ചിലൊക്കെ കയറിയിരിക്കും. അടുത്ത ദിവസം കഴിയുമ്പോൾ വീണ്ടും വെള്ളം പൊന്തുകയാണ്. അവർക്ക് വീട് ഉപേക്ഷിച്ച് പോകാൻ തോന്നുന്നില്ല, അവർക്ക് ആകെയുള്ളത് വീടാണ്. അങ്ങനെ അവർ വീടിൻ്റെ മുകളിൽ കയറിയിരുന്നു.
2 ദിവസം കഴിയുമ്പോൾ മഴ തീരുവാണെങ്കിൽ വീടിനകത്തോട്ട് ഇറങ്ങാമെന്ന് വെച്ച് ഈ പട്ടിയും അവരോട് കൂടെ തന്നെയുണ്ട്. പക്ഷെ 2 ദിവസം കഴിഞ്ഞ് മഴ തീരുന്നില്ല. അങ്ങനെ ഒരു വള്ളം വരുമ്പോൾ അവർ കൈ കാണിച്ച് വിളിക്കുകയും ആദ്യത്തെ വള്ളം കടന്നു പോകും. വള്ളത്തിന് ആളുകൾ ഇങ്ങനെ രക്ഷിക്കാൻ വരികയാണ്. രണ്ടാമതൊരു വള്ളം വരുന്ന സമയത്ത് അവരെ കാണുകയും ഇവരടുത്തേക്ക് വരികയും ചെയ്യാണ്. അവർ 3 പേരും കൂടി വേഗം കയറിപ്പോവുകയും ആ സമയത്ത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന പട്ടി, ആ പട്ടി ഇങ്ങനെ ഇവരുടെ സുരക്ഷയ്ക്കായിട്ട് വീടിന് ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കറക്റ്റ് വള്ളം വന്ന സമയത്ത് ഈ പട്ടി വീടിന് ചുറ്റും കറങ്ങാൻ പോയ സമയത്താണ് വള്ളം വരുന്നത്. ഇവർ പട്ടിയെ ശ്രദ്ധിക്കാതെയോ ഓർക്കാതെയോ വള്ളത്തിൽ കയറി പോവുകയാണ് ചെയ്യുന്നത്. പട്ടി തിരിച്ചു വരുമ്പോൾ തൻ്റെ യജമാനനും കുടുംബവും കാണാനില്ല. പട്ടി അങ്ങനെ വീണ്ടും പട്ടിയുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ചുറ്റും നടക്കുക. കള്ളന്മാർ വരുമ്പോൾ കുരയ്ക്കുന്നുണ്ട്. പശുവൊക്കെ ചത്തിങ്ങനെ ഒഴുകി വരുന്നുണ്ട്, അപ്പോൾ കുരയ്ക്കുന്നുണ്ട്. ഇങ്ങനെ വീടിൻ്റെ സംരക്ഷണം തുടരുകയും അവസാനം ഈ കഥയുടെ അവസാനം ഈ പട്ടി എന്തോ ഒരു ജീവനുള്ള എന്തോ ഉണ്ടോ എന്ന് നോക്കി ഇങ്ങനെ കുരയ്ക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു മുതല വന്ന് ഈ പട്ടിയെ പിടിക്കുകയാണ് ചെയ്യുന്നത്. പട്ടി അപകടത്തിൽപ്പെട്ട് മരണപ്പെടുകയാണ്. ഈ കഥ നമ്മളിങ്ങനെ വായിച്ചു പോകുന്ന സമയത്ത് പിന്നീട് കഥയുടെ അവസാനം ഈ പറയാൻ തൻ്റെ പട്ടിയെക്കുറിച്ച് ഓർത്ത് മഴയൊക്കെ ഒന്ന് താന്നു കഴിയുമ്പോൾ വള്ളവും എടുത്ത് വരുന്ന സമയത്ത് അവിടെ പട്ടിയെ കാണുന്നില്ല. അപ്പോൾ ഈ കഥയിൽ ഈ പട്ടി ഒരു മനുഷ്യ കഥാപാത്രം പോലെയാണ് അവതരിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ വികാരങ്ങളൊക്കെ കഥയിൽ പറയുന്നുണ്ട്. മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഒരു കഥയിൽ പട്ടി കേന്ദ്ര കഥാപാത്രമായി വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പിന്നീട് നിരൂപകർ നിരീക്ഷിച്ചൊരു കാര്യം, യഥാർത്ഥത്തിൽ ആ പട്ടി എന്ന് പറയുന്നത് എല്ലാ കാലത്തെയും തൊഴിലാളി വർഗത്തിൻ്റെ പ്രതിനിധിയാണ്. അവിടെ പറയൻ എന്ന് പറയുന്ന ആൾ ശരിക്കും ഒരു ജാതിയിൽ താന്ന ആളാണ്, അദ്ദേഹം തൊഴിലാളിയാണ് ഒക്കെ പറയുമ്പോഴും അയാൾക്കൊരു അടിമയുണ്ടെങ്കിൽ അതിങ്ങനെയായിരിക്കും. തൊഴിലാളി അടിമ ഉടമ ബന്ധം എല്ലാ കാലത്തും ഇങ്ങനെയാണ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. എന്ന് വെച്ചാൽ ഏത് മുതലാളിക്കും ഒരു അടിമയുണ്ടെങ്കിൽ അടിമയെക്കുറിച്ച് പലപ്പോഴും ആ മുതലാളി ഇങ്ങനെയാണ് ചിന്തിക്കുക, മറന്നുപോകും. ഇതാണ്, അങ്ങനെ അതിനെ വായിച്ചിട്ടുണ്ട്. എന്നാലും എല്ലാ കാലത്തെയും ഒരു വർഗ്ഗബോധത്തിന് അടയാളപ്പെടുത്തലാണ് വെള്ളപ്പൊക്കത്തിൽ എന്ന് പറഞ്ഞാൽ തകഴിയുടെ ഒരു മാസ്റ്റർ ക്ലാസ് ആയിട്ട് പറയുന്നൊരു കഥയാണ്. വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വൈകാരികമാണ്. ഞാൻ കഥ പറയുന്നതിന് കോറ ഐഡിയ ആണ് പറഞ്ഞത്. കാരണം തകഴിയുടെ ആ പ്രത്യേകിച്ചും മൃഗങ്ങളോടൊക്കെ ഒരു സ്നേഹമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ആ പട്ടിയുടെ ദയനീയ അവസ്ഥ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന തരത്തിലാണ് തകഴി ആ കഥ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാരും എവിടെ പോയി? ഈ ബോർഡിന്റെ ഉപയോഗം അറിയോ? അപ്പോൾ തകഴിയുടെ കഥകളെക്കുറിച്ച് ഒരുപാട് ചില ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിങ്ങനെ വായിച്ചു പോകുമ്പോൾ ഇതൊക്കെ ഉപയോഗിക്കാം. സൂചി സൂക്ഷ്മവും വസ്തുനിഷ്ഠവും ചിത്തവ്യാപാര വിശകലനവും അനാർഭാടവും നിരാർദ്രവുമായ രീതിയിൽ നടക്കുന്ന സത്യങ്ങൾ പോലും വിളിച്ചു പറയുന്ന പ്രാകൃതവും അനലർങ്കതവും സുശക്തവുമായ ഭാഷാശൈലി എന്നിവ തകഴി കഥകളുടെ സവിശേഷതകളാണ് എന്ന് എൻ കൃഷ്ണപിള്ള രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ഇത് കാണാതെ പഠിക്കാനൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ കഥകളുടെ പ്രത്യേകത പറയാം. അലങ്കൃതം എന്ന് പറഞ്ഞാൽ അലങ്കരിക്കപ്പെടാത്ത രീതിയിലാണ്. പൊതുവിൽ സാഹിത്യം എന്ന് പറഞ്ഞാൽ അലങ്കരിക്കപ്പെട്ട ഭാഷയാണ്. പക്ഷെ തകഴി അങ്ങനെയല്ല, വളരെ നേരിട്ട് കാര്യങ്ങൾ പറയാണ്. വളരെ ശക്തമായൊരു ഭാഷയുണ്ട്. സത്യം എന്താ പറയുക, ജീവിത യാഥാർത്ഥ്യങ്ങളെ വിളിച്ചു പറയുന്നൊരു ശൈലിയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. തകഴിയുടെ കഥകളുടെ പ്രത്യേകതകൾ നമ്മൾ നോക്കിയാൽ മാർക്സിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനമുണ്ട്, കുട്ടനാടൻ കർഷകരുടെ ജീവിതമുണ്ട്, കർഷക തൊഴിലാളി പ്രശ്നങ്ങളാണ് കഥകളുടെ മുഖ്യ പ്രമേയം. ജന്മി കുടിയാൻ ബന്ധമൊക്കെ അതിനകത്ത് കടന്നു വരുന്നുണ്ട്. നാടൻ സംഭാഷണ ശൈലിയും നാടൻ പദപ്രയോഗങ്ങളും കാണാം.
തെറിക്കഥകൾ എന്നാണ് പിൽക്കാലത്ത് തകഴിയുടെ ഒരു വിഭാഗം കഥകൾ വിമർശനം നേരിട്ടത്. അത് തകഴി ഫ്രോയിഡിൻ്റെ തിയറികൾ വായിച്ചിട്ട് ആ മനഃശാസ്ത്ര പ്രയോഗം തൻ്റെ കഥകളിൽ ചിലയിടത്ത് നടത്തി. പ്രത്യേകിച്ചും സ്ത്രീകളെക്കുറിച്ച്, സ്ത്രീകളുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ കാണുന്ന പലതരം സ്ത്രീകളെ അവതരിപ്പിച്ചു. പ്രത്യേകിച്ചും അവരുടെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട് പരപുരുഷ ബന്ധങ്ങളുള്ള ഒന്നിൽ കൂടുതൽ സ്ത്രീ പുരുഷ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ ഈ ഫ്രോയിഡിൻ്റെ മനഃശാസ്ത്രം വായിച്ച് അദ്ദേഹം അടയാളപ്പെടുത്തി. അപ്പോൾ അതിൽ ഈ പറയുന്ന ഈ കൊച്ചമ്മമാരെന്നൊക്കെ കാലത്ത് വിളിക്കപ്പെടുന്ന സമൂഹത്തിൽ ഉന്നതരായ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന സ്ത്രീകൾക്ക് മറ്റു പുരുഷന്മാരുമൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചും വേശ്യ സ്ത്രീകളെക്കുറിച്ചും ഒക്കെ കഥകൾ എഴുതി. ആ വിഭാഗം കഥകൾ പിൽക്കാലത്ത് തെറിക്കഥകൾ എന്ന് വിമർശനം നേരിടുകയും ചെയ്തു. തകഴിയുടെ പലതരം കഥകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പിന്നെ തകഴി സ്വയം പറഞ്ഞിരിക്കുന്നത് സാമൂഹിക പ്രശ്നങ്ങൾ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നത്. സാമൂഹിക വിഷയങ്ങളിലായിരുന്നു എപ്പോഴും എഴുത്തുകാരൻ നിലയിൽ തകഴിയുടെ ശ്രദ്ധ എന്ന് പറയാം. ഓക്കെ, അടുത്തൊരു എഴുത്തുകാരൻ പി കേശവദേവാണ്. നമ്മൾ ഈ എഴുത്തുകാരുടെ ഞാൻ പ്രധാനമായിട്ടും ഇവരെല്ലാം പൊതുവായ ഒരു കാര്യത്തിൽ ഒന്നാണ് സാമൂഹിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇവരെ വ്യത്യസ്തമാക്കി നിലനിർത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അത് വളരെ പ്രത്യേകം നിങ്ങൾ നോക്കണം. നിങ്ങൾ ഇപ്പോൾ ഇവരെക്കുറിച്ച് താരതമ്യം ചെയ്ത് ചോദ്യം വരുമ്പോൾ എല്ലാവരെയും പൊതുവായിട്ടല്ല അടയാളപ്പെടുത്തേണ്ടത്. ഓരോ എഴുത്തുകാരെയും നിങ്ങൾ കൃത്യമായിട്ട് അവരുടെ വ്യത്യാസം കൂടി ചൂണ്ടിക്കാണിക്കണം, പൊതുവായിട്ടുള്ള സ്വഭാവങ്ങളും അടയാളപ്പെടുത്തണം. ഇപ്പോൾ കേശവദേവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു നഗരത്തിൽ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. അതായത് ഒരു നഗരത്തിൽ ജോലി ചെയ്യുകയും നഗരത്തിൽ ജീവിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകളിൽ കൂടുതലും ഒരു നഗര ജീവിതം വളരെ ശക്തമായിട്ട് കടന്നു വരുന്നുണ്ട്. ഇപ്പം നഗര ജീവിതം എന്ന് പറയുമ്പോൾ തൊഴിലാളികൾ, ഈ അക്കാലത്തെ നഗരത്തിലെ വ്യവസായശാലകളിൽ പോകുന്ന തൊഴിലാളികൾ, അവരുടെ പ്രശ്നങ്ങൾ, അതുപോലെ നഗരത്തിനകത്ത് പോലീസ് ഒരു മർദ്ദന മുറയായിട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു, തൊഴിലാളികളെയും വേശ്യകളെയും പാവപ്പെട്ടവരെയും ഒക്കെ പോലീസ് എങ്ങനെ ചൂഷണം ചെയ്യുന്നു, അവരുടെ ക്രൂരമർദ്ദനങ്ങൾ എന്താണ്, ഇതൊക്കെ ഈ നമ്മുടെ ദേവിൻ്റെ കഥകളിൽ, പി കേശവദേവിൻ്റെ കഥകളിൽ നമുക്ക് കാണാം. ദേവിലെ കഥകളിലൂടെ പോകുമ്പോൾ കേശവദേവ് പൊതുവിൽ അദ്ദേഹം വളരെ സാമൂഹിക പ്രതിബദ്ധതയോടെ ചിന്തിക്കുകയും ഈ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് ചിന്തിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം ഈ പുരോഗമന സാഹിത്യ സംഘടനയും ഒക്കെ ആയിട്ട് വളരെയധികം ചേർന്ന് നിന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആഖ്യാനത്തിന് ഒരു റൊമാൻറ്റിസിസം ഉണ്ട് എന്നാണ് പറയുന്നത്. കുറച്ച് കാൽപ്പനികമായിട്ടാണ് അദ്ദേഹം എപ്പോഴും കഥ പറയുക. കഥയെ രസിപ്പിക്കണം, ആളുകളെ ആ ഫീലിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കാറുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം അക്കാലത്തെ വലിയ പ്രശ്നങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നിടത്ത് ഇപ്പം തകഴി ജന്മി കുടിയാൻ പ്രശ്നങ്ങളാണ് കൂടുതൽ കാണിക്കുന്നതെങ്കിൽ ദേവിൻ്റെ കഥകളിൽ അധികാരം ഒരു പ്രശ്നമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അധികാരം എന്ന് പറയുമ്പോൾ പോലീസ് അധികാരങ്ങൾ, അതുകൂടാതെ ഈ ജാതി അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ജാതിയുമായി ബന്ധപ്പെട്ട അക്കാലത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ അദ്ദേഹം കഥകളിൽ വിമർശിക്കുന്നുണ്ട്. നായർ ഈഴവ ലഹള എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കഥയുണ്ട്. അത് എല്ലാ കാലത്തും നമ്മുടെ ഇന്ത്യക്കകത്ത് നടന്നിട്ടുള്ള അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാമുദായിക കലാപങ്ങളെ നമുക്ക് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് അടയാളപ്പെടുത്താൻ പറ്റുന്ന ഒരു കഥയാണ് നായർ ഈഴവ ലഹള എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് കഥ. ഈ കഥ ആരംഭിക്കുമ്പോൾ കഥയിൽ ആ നാട്ടിലെ പ്രമാണിയായ ഒരു നായർ കുടുംബത്തിൽപ്പെട്ട ഒരു കുടുംബത്തെ, നായർ സമുദായത്തിൽപ്പെട്ട ഒരു കുടുംബമുണ്ട്. പ്രമാണിയാണ്, സമ്പത്തൊക്കെ ഉള്ളവരാണ്. അവരുടെ വലിയ സുഹൃത്തായ ഈഴവ കുടുംബത്തിൽപ്പെട്ട ഒരു പ്രമാണിയുമുണ്ട്. രണ്ടുപേരും അത്യാവശ്യം അടുത്ത് തന്നെ വീട് വെച്ച് താമസിക്കുകയും അവർ വലിയ സുഹൃത്തുക്കളുമാണ്. ജാതിക്കൊക്കെ അപ്പുറത്തുള്ള വലിയ സൗഹൃദം അവർക്കിടയിലുണ്ട്. സമ്പന്നനാണ് ഒരുപോലെ. അവരുടെ കുട്ടികൾ അതുകൊണ്ട് ഒരുമിച്ചാണ് പഠിക്കുന്നത്, കുട്ടികൾ ഒരുമിച്ചാണ് സ്കൂളിൽ പോകുന്നത്, വൈകുന്നേരങ്ങളിൽ വന്ന് കുട്ടികൾ ഒരുമിച്ച് കളിക്കും. അപ്പോൾ അതുകൊണ്ട് ചില ദിവസങ്ങളിൽ ഇവർ വൈകുന്നേരം ആ വീട്ടിലാരെങ്കിലും അടുത്ത ദിവസം ഈ വീട്ടിലായിരിക്കും. ഇങ്ങനെ വലിയ സൗഹൃദത്തിലാണ് ആ കുടുംബം പോകുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ കുട്ടികൾ തമ്മിലൊരു വഴക്കുണ്ടാവുകയാണ്. ആ വഴക്കെന്ന് പറഞ്ഞാൽ അതിൽ കൃത്യം നിനക്കത് ഓർക്കുന്നില്ല, നായർ ചെറുക്കൻ ഈഴവ ചെറുക്കനെ തല്ലിയെന്ന് കരുതുക. ഞാൻ ജാതി പറയുന്നത് ആ കഥയിൽ അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. നായർ പയ്യൻ ഈഴവ ചെറുക്കനെ തല്ലി. അവൻ സ്വാഭാവികമായും വീട്ടിൽ വന്ന് പരാതി പറഞ്ഞു. അത് വലിയ ചർച്ചയായി വീടിനകത്ത്. വീട്ടിലുള്ളവർ പറഞ്ഞു, നമ്മുടെ കുഞ്ഞിനെ തല്ലി, നമുക്കിത് വിടാൻ പറ്റില്ല, നമുക്ക് അവൻ്റെ വീട്ടിൽ പോയി ചോദിക്കാം. അവനങ്ങനെ നമ്മുടെ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് വന്നൊരു സങ്കടം പറഞ്ഞ് നമ്മളല്ലെങ്കിൽ ആരാ ചോദിക്കുക എന്ന് പറഞ്ഞ് ഈ കുടുംബം, ഈ അച്ഛനും അമ്മയും കൂടി പോയി ആ പയ്യൻ്റെ വീട്ടിലോട്ട് പോയി. അവരുടെ ശരിക്കും സുഹൃത്തുക്കളാണ്, പക്ഷെ വീട്ടിൽ പോയി തൻ്റെ മകനെ തല്ലിയത് പരാതി പറയാൻ പോവാണ്. അവിടെ പോയി അവരത് ചോദിച്ചു. അവരുടെ മകനെ അനുകൂലിച്ച് പറയുകയും അവർ തമ്മിലൊരു തർക്കത്തിലാവുകയും ചെയ്തു. അങ്ങനെ ആ തർക്കം കഴിഞ്ഞ് ഇവർ തിരിച്ചു വന്നു, വെല്ലുവിളികൾ നടത്തി, ഇനി തൊട്ടാ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു തിരിച്ചു വന്നു. അങ്ങനെ ആ ദിവസം രാത്രി കഴിഞ്ഞു. പിറ്റേ ദിവസം ഇവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും നാട്ടിൽ ഇതൊരു വലിയ ചർച്ചയായി. ഒരു സ്ഥലത്ത് നായർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് കൂടി നിന്ന് ചർച്ച ചെയ്യുന്നു. നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരാളുടെ വീട്ടിൽ ഒരാൾക്ക് അങ്ങനെ കയറി വരാൻ പാടുണ്ടോ? അപ്പുറത്ത് ഈഴവ സമുദായത്തിൽപ്പെട്ടവർ നിന്ന് ചർച്ച ചെയ്യുന്നു. അങ്ങനെ പിറ്റേ ദിവസം കുട്ടികൾ സ്കൂളിൽ പോകാൻ സമയമായി. അവർ രണ്ടുപേരും എന്നത്തെയും പോലെ ഒരുമിച്ച് പോയില്ല.
അവർ രണ്ടുപേരും രണ്ടായിട്ടാണ് അന്ന് സ്കൂളിൽ പോകുന്നത്. അന്ന് കുട്ടികൾ സ്കൂളിൽ പോയി സ്കൂളിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് കുട്ടികൾ തിരിച്ചു വരുമ്പോഴേക്കും കുട്ടികൾ തിരിച്ച് സ്കൂളിൽ നിന്ന് വരുന്ന സമയമാകുമ്പോഴേക്കും ആ നാട്ടിലൊരു വലിയ കലാപം പൊട്ടിപ്പുറപ്പെടുകയാണ്. പക്ഷെ കുട്ടികൾ ഇതൊന്നും അറിയുന്നില്ല. അവർ രണ്ടായിട്ടാണ് സ്കൂളിൽ പോയെങ്കിലും തിരിച്ചവരെന്നും വരുന്ന പോലെ ഒരുമിച്ച് വന്നു. അവർ കളിക്കാൻ പോയി. അവർ കളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഈ രണ്ട് വീടുകളും തല്ലി തകർന്ന് കിടക്കുന്നതാണ് കാണുന്നത്. ഇതാണ് നായരി ഇഴവ ലഹള എന്ന് പറയുന്ന കഥയുടെ അടിസ്ഥാനം. അടിസ്ഥാനപരമായി ലോകത്ത് കലാപങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇങ്ങനെ ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുകയും അല്ലെങ്കിൽ വളരെ ബോധപൂർവം ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഇതുണ്ടാവുകയും ഇത് തുടങ്ങി എന്നതിന് കാരണമായ ആളുകൾ പോലും ഇത് അറിയാത്ത വിധത്തിലുള്ള, അതായത് അവരുടെ കുട്ടികളുടെ വഴക്ക് കുട്ടികൾ തീർക്കുമെന്ന് വിചാരിച്ചാൽ തരുന്ന പ്രശ്നമേ ഉള്ളൂ. അതല്ലെങ്കിൽ ഈ മാതാപിതാക്കൾക്ക് തോന്നിയ രോക്ഷം ഒരുപക്ഷെ തൻ്റെ മകനെ തല്ലി എന്നുള്ളതായിരിക്കാം. അത് ഏറ്റുപിടിച്ച സമുദായമാണ് ശരിക്കും പറഞ്ഞാൽ ഈ വലിയ കലാപത്തിന് ഇതാവുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഈ ജാതീയതയ്ക്ക് അതിശക്തമായിട്ട് തൻ്റെ കഥകളിൽ എഴുതിയിട്ടുള്ളൊരു എഴുത്തുകാരനാണ് ദേവിൻ്റെ കഥകളിൽ. അതുകൊണ്ട് തന്നെ ദേവ് തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ എഴുതുന്നതൊന്നും സാഹിത്യ പോഷണത്തിന് വേണ്ടിയല്ല, ഭാഷാ പോഷണത്തിന് വേണ്ടിയുമല്ല, ജീവിതത്തിൻ്റെ കോടാനുകൂടി കൂനാക്കുരുക്കുകളെ അഴിച്ചു പരിശോധിക്കാനുള്ള ആവേശഭരിതമായ ശ്രമമാണ്. എന്ന് വെച്ചാൽ എഴുത്ത് എന്ന് പറയുന്നത് വളരെ ബോധപൂർവം ഈ സമൂഹത്തിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാനും ഈ സമൂഹത്തിലെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കാനുമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ വേറെ ചില കഥകളിൽ കൂൾ ഡ്രിങ്ക്സ് എന്ന് പറയുന്നൊരു കഥയുണ്ട്. അതുപോലെ കുറേ കഥകളുടെ പേരൊക്കെ ഇതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. രസകരമായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകൾ നടന്ന് വലിയ പ്രശ്നങ്ങളിലേക്കും ജാതി കലാപങ്ങളിലേക്കൊക്കെ പോകുന്ന കാര്യങ്ങൾ അദ്ദേഹം അടയാളപ്പെടുത്തുന്നുണ്ട്. കൂൾ ഡ്രിങ്ക്സ് എന്ന് പറയുന്ന കഥ അദ്ദേഹത്തിൻ്റെ ഒരു വൈകാരിക ബന്ധത്തിൻ്റെ കഥയാണ്. ഒരു കൂൾ ഡ്രിങ്ക്സ് വിൽപ്പനക്കാരനായ അഹമ്മദ് കുട്ടിയും ഒരു പെൺകുട്ടിയും തമ്മിലുള്ള ഒരു വൈകാരിക ബന്ധം. ഒരു പെൺകുട്ടി പാവപ്പെട്ട വീട്ടിലൊരു കുട്ടിയാണ്. വീട്ടിലെ അമ്മ പശുവിനെ വളർത്തി പാല് വിറ്റാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്നും ഈ കുട്ടിയാണ് ഈ പാലളക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ സൊസൈറ്റി അങ്ങനെയുള്ള പാല് കൊണ്ടുപോയി കൊടുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടു കൊടുക്കാൻ വരുന്നത്. അപ്പോൾ അങ്ങനെ എന്നും വരുന്നതിനിടയ്ക്ക് ഒരു ദിവസം ഈ കുട്ടി താൻ വന്ന് നിൽക്കുന്ന ഗ്രാമത്തിൻ്റെ ആ സ്ഥലത്ത് ഒരു പുതിയൊരു കട വരുന്നത് കാണുകയാണ്. അക്കാലത്ത് വേനൽക്കാലങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളോട് ചേർന്ന് കൂൾ ഡ്രിങ്ക്സ് വിൽപ്പനക്കാർ വരും. നല്ല കളർ നിറത്തിലുള്ള മധുരമുള്ള പാനീയങ്ങളും നമ്മൾ സോഡയൊക്കെ അന്നത്തെ സോഡ പോലെയൊക്കെയുള്ള അന്നത്തെ പാനീയങ്ങളൊക്കെ കലക്കി കൊടുക്കുന്ന കൂൾ ഡ്രിങ്ക്സ് വിൽപ്പനക്കാർ. അങ്ങനെ എന്തും പോകുമ്പോൾ ഈ കുട്ടി ഇയാളുടെ നല്ല നിറമുള്ള ആ കുപ്പികളിലേക്കൊക്കെ നോക്കിയാണ് കടന്നു പോകുന്നത്. കുട്ടിക്ക് വലിയ ആഗ്രഹമാണ് അതിൽ എന്തെങ്കിലും മേടിച്ച് കുടിക്കണമെന്ന്. പക്ഷേ കുട്ടിയുടെ കയ്യിൽ പൈസയൊന്നുമില്ല. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞു പോയി. അദ്ദേഹം ഈ കുട്ടിയെ നോക്കി ചിരിക്കും. അങ്ങനെ കുട്ടി ഒരു ദിവസം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എനിക്ക് ഇത്തിരി കുടിക്കാൻ തരുമോ, കൂൾ ഡ്രിങ്ക്സ് തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറയും, പൈസ ഉണ്ടോ കയ്യിൽ നിന്ന് ചോദിക്കും. പറയും, പാല് വിറ്റ പൈസ ഉണ്ട്, പക്ഷേ ഇതിന് അമ്മ കണക്ക് ചോദിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇതിന് തരാൻ വേണ്ടി പൈസ ഇല്ല, ഇത് അമ്മയ്ക്ക് കൊടുക്കേണ്ടതാണെന്ന് പറയും. അങ്ങനെ അദ്ദേഹം അന്ന് കൂൾ ഡ്രിങ്ക്സ് കൊടുക്കില്ല കുട്ടിക്ക്. കുട്ടി തിരിച്ചു പോകും. അടുത്ത ദിവസം ഈ കുട്ടി വരുന്ന സമയത്ത് അദ്ദേഹം ഈ കുട്ടിക്ക് വേണ്ടി ഒരു കൂൾ ഡ്രിങ്ക്സ് ഉണ്ടാക്കി വെക്കുകയാണ്. അങ്ങനെ കുട്ടി വലിയ സന്തോഷത്തോടെ അത് കുടിക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം കുട്ടി വീണ്ടും വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് കഴിക്കാൻ വേണ്ടി വീട്ടിലുണ്ടായ ചക്ക കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. പിന്നീട് ആ കുട്ടി അന്ന് പോകുന്നതിന് മുമ്പ് കടയുടെ ചുറ്റും പരിസരമൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടിട്ട് പോകുന്നു. ഇങ്ങനെ ദിവസങ്ങൾ കഴിയുന്തോറും ഇവരുടെ ബന്ധം ഇങ്ങനെ, അവർ കൂടുതലൊന്നും സംസാരിക്കുന്നില്ലെങ്കിലും ഈ കൂൾ ഡ്രിങ്ക്സ് കൊടുത്തതിൻ്റെ പുറത്ത് ഇവർ തമ്മിലുള്ള ആത്മബന്ധം ഇങ്ങനെ വളരുകയാണ്. പക്ഷേ ഒരു വേനൽക്കാലമൊക്കെ കഴിയാറായ സമയത്ത് ഒരു ദിവസം ഈ കുട്ടി വരുമ്പോൾ കട അവിടെ കാണാനില്ല. ആ കുട്ടി പിന്നെ എന്നും വരുമ്പോൾ ആ കടയിൽ അവിടെ അയാളുണ്ടോ, അഹമ്മദ് കുട്ടി ഉണ്ടോ എന്ന് നോക്കുമായിരുന്നു എന്ന് പറഞ്ഞാണ് കഥ അവസാനിക്കുന്നത്. വൈകാരികമായൊരു ബന്ധം തുടങ്ങാൻ ഒരു പാനീയം കുടിച്ച ഒരു ഓർമ്മ, അതിൽ നിന്നുണ്ടാവുന്ന പരസ്പരം ഉണ്ടാവുന്ന സ്നേഹം, ഇങ്ങനെയുള്ള ബന്ധങ്ങൾക്ക് ഇത്രയും മതി ഒരു ബന്ധമൊക്കെ തുടങ്ങാൻ, ആത്മാർത്ഥമായൊരു സ്നേഹബന്ധം തുടങ്ങാൻ എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു വൈകാരികമായ കഥയാണ്. അപ്പോൾ ഇത്തരത്തിൽ പല പ്രശ്നങ്ങളെ, നഗരത്തിൻ്റെ പ്രശ്നങ്ങളെ, ജാതീയമായ പ്രശ്നങ്ങളെ, മനുഷ്യരുടെ ഉള്ളിലെ നന്മയെ ഒക്കെ എടുത്തു കാണിക്കുന്ന കഥകളാണ് ദേവിൻ്റെ കഥകളെന്ന് നമുക്ക് പൊതുവിൽ പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട എഴുത്തുകാരൻ പൊൻകുന്നം വർക്കിയാണ്. ഇതേ ഒരേ കാലഘട്ടമാണ്. നമ്മൾ തകഴിയെക്കുറിച്ച് കുട്ടനാടൻ കർഷകരുടെ കഥ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പൊൻകുന്നം വർക്കി കോട്ടയം കർഷകരുടെ കഥ പറഞ്ഞ ആളാണ്. നമ്മുടെ കേരളത്തിലെ ഓരോ പ്രദേശത്തെയും കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. മലയോര കർഷകർക്ക് വെള്ളം പ്രശ്നമല്ല, വെള്ളം കുറവായിരിക്കും ചിലപ്പോൾ. വെള്ളം കയറി കൃഷി നശിക്കുന്ന പ്രശ്നമൊന്നും മലയോര കർഷകർക്കില്ല. പക്ഷേ മലയോര കർഷകർക്ക് വന്യജീവി പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ കൃഷി നശിപ്പിക്കുന്ന സാധനങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. പൊൻകുന്നം വർക്കിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരേ സമയം കർഷകനെ കുറിച്ച് പറയുന്നുണ്ട്, കോട്ടയം കർഷകരെ കുറിച്ച് പറയുന്നുണ്ട്. അക്കാലത്തെ മതപൗരോഹിത്യത്തിനെതിരെ ശക്തമായി
ആഞ്ഞടിക്കുന്ന ഒരു എഴുത്തുകാരനാണ്. മതപൗരോഹിത്യം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ സമുദായത്തിൽ അച്ഛന്മാർ, മതപൗരോഹിത്യം, അവർ വലിയ അധികാര ശക്തികളായിരുന്നു അക്കാലത്ത്. അതിനെതിരെ അദ്ദേഹത്തിൻ്റെ കഥകളുണ്ട്. അതോടൊപ്പം തന്നെ മണ്ണും മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ളൊരു ബന്ധത്തെ തൻ്റെ കഥകളിൽ അവതരിപ്പിക്കുന്നുണ്ട്. വർക്കിയുടെ കഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ കഥയാണ് ശബ്ദിക്കുന്ന കലപ്പ എന്ന് പറയുന്നത്. ഔസേപ്പ് ചേട്ടൻ്റെയും കണ്ണൻ എന്ന് പറയുന്ന കാളയുടെയും കഥയാണ്. ഔസേപ്പ് ചേട്ടൻ ഒരു കർഷകനാണ്, അദ്ദേഹം നെൽകൃഷി നടത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം തൻ്റെ കാളയായിട്ട് വളർത്തുന്നതാണ് കണ്ണൻ എന്ന് പേരൊക്കെ ഇട്ട് വിളിച്ച് ഒരു കാളയെ അദ്ദേഹം വളർത്തുന്നുണ്ട്. അപ്പോൾ ഈ കാളയാണ് അദ്ദേഹത്തിന് കൃഷിയിൽ അദ്ദേഹത്തെ സഹായിക്കുന്നത്, നിലം മുഴുവാനും അത്തരം കാര്യങ്ങളൊക്കെ സഹായിക്കും. അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് അത്യാവശ്യം ഈ കണ്ണന് വേണ്ട ഭക്ഷണവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. വലിയ സ്നേഹത്തിലാണ് ഇവർ. അങ്ങനെ ഇരിക്കെ ഇദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം കഴിക്കേണ്ട സമയമായ സമയത്ത് അദ്ദേഹത്തിന് വലിയ സമ്പാദ്യമൊന്നുമില്ല. കാലത്തെ കർഷകർ എന്ന് പറയുന്നത് എപ്പോഴും വലിയ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം ഈ കാളയെ വിറ്റിട്ടെങ്കിലും മകൾക്ക് എന്തെങ്കിലും സ്വർണ്ണമൊക്കെ മേടിച്ചൊരു കല്യാണം നടത്താൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹം തൻ്റെ മകനെ പോലെ സ്നേഹിച്ച കാളയെ അദ്ദേഹത്തിന് വിൽക്കേണ്ടി വരികയാണ്. അങ്ങനെ വിറ്റ് അദ്ദേഹം തൻ്റെ മകളുടെ കല്യാണം നടത്തും. കല്യാണം കഴിഞ്ഞു ഒരു വർഷമൊക്കെ ആയപ്പോൾ മകള് പ്രസവത്തിനായി വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഈസ്റ്റർ സമയമാണ്. ക്രിസ്ത്യൻ വീടുകളിൽ ഈസ്റ്റർ എന്നൊക്കെ പറയുന്ന നോമ്പ്, ഈ ഇറച്ചി മാംസമൊക്കെ കഴിക്കാതിരുന്ന ആളുകൾ ഈസ്റ്ററിൻ്റെ ദിവസം മാംസം കഴിക്കുക എന്ന് പറയുന്ന അവരുടെ വലിയ ആഘോഷമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ വീട്ടിലാണെങ്കിൽ ഇറച്ചി മേടിക്കാൻ പോയിട്ട് അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും പൈസ ഇല്ലാതിരിക്കുക. മകൾ പ്രസവം കഴിഞ്ഞ് മകൾ വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. മകൾ അടുത്ത ദിവസം ഈസ്റ്റർ കഴിഞ്ഞ ഉടനെ മകളുടെ വീട്ടിലോട്ട് പോകും. അപ്പോൾ സാധാരണഗതിയിൽ കുഞ്ഞിന് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇതിനൊന്നും പൈസയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അതുവരെ സ്വരുക്കൂട്ടി വെച്ചൊരു വലിയ അദ്ദേഹം ഒരു എന്താ പറയുക ചെറിയ ചെറിയ പൈസകൾ ഇട്ട് വെച്ച ഒരു ശേഖരം കൊണ്ടുവന്ന് തുറക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന പൈസ മുഴുവൻ എടുത്തു കൊടുത്ത് എന്തെങ്കിലും മകളുടെ കുട്ടിക്ക് കാലിലിടാൻ ഒരു വെള്ളി പാദസരമെങ്കിലും വാങ്ങിയിട്ട് വരണമെന്ന് പറഞ്ഞ് ഈ പൈസയും കൊടുത്ത് വിടുകയാണ്. അങ്ങനെ വലിയ മനോവേദനയോടെ തൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ ഓർത്താണ് ഔസേപ്പേട്ടൻ അന്ന് നഗരത്തിലോട്ട് പോകുന്നത്. അപ്പോൾ അന്ന് ഈസ്റ്റർ ദിനത്തിൽ ഇറച്ചി ആവശ്യത്തിന് വേണ്ടി കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്ന് നിൽക്കുന്ന ഒരുപാട് പോത്തുകളെ ഇങ്ങനെ കാണുകയാണ് അദ്ദേഹം പോകുമ്പോൾ. അങ്ങനെ ഒരുപാട് കാളകളും പോത്തും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ അദ്ദേഹം അതിനിടയിൽ തനിക്ക് പരിചയമുള്ള ഒരാളല്ലേ എന്ന രീതിയിൽ ഒരു പോത്തിനെ ഒരു കാളയെ കാണുകയാണ്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ കണ്ണൻ്റെ എന്തൊക്കെയോ ചെറിയ രൂപമുണ്ട്, പക്ഷേ കണ്ണനെ പോലെയല്ല. കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത രൂപമാണ്. മെലിഞ്ഞ് എല്ലും തോലുമാണ്. തൻ്റെ അടുത്ത് നിന്ന് പോകുമ്പോൾ കണ്ണൻ എങ്ങനെയല്ലായിരുന്നു, വലിയ ശാരീരികമായിട്ടുള്ള അവശതയുണ്ട്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഉറപ്പായി തൻ്റെ കണ്ണൻ തന്നെയാണത്. അദ്ദേഹം വേഗം അതിനടുത്തോട്ട് പോയി അതിനെ വാങ്ങി വെച്ചിരിക്കുന്ന ആളോട് ചോദിച്ചു, ഈ കാളയെ എനിക്ക് തരാമോ എന്ന്. അയാൾക്ക് അത്ഭുതമാണ് തോന്നുന്നത്. ഒന്നിനും കൊള്ളാത്ത, ഇന്നിപ്പോൾ കൊന്നില്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മരിച്ചു പോകാൻ സാധ്യതയുള്ള ഒരു ജീവി, അത്രയും ശോചനീയമായ അവസ്ഥയാണ്. അപ്പോൾ അദ്ദേഹം വാങ്ങിയതിനേക്കാൾ കൂടുതൽ വില കിട്ടിയപ്പോൾ അദ്ദേഹം ഔസേപ്പേട്ടനെ അദ്ദേഹത്തിന് കണ്ണനെ കൊടുക്കുകയാണ്. അങ്ങനെ ശരിക്കും മകളുടെ കുട്ടിക്ക് ഒരു ചെറിയ ആഭരണം എന്തെങ്കിലും മേടിക്കാൻ കൊടുത്തുവിട്ട പൈസയ്ക്ക് അദ്ദേഹം ഈ കാളയെ മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് വരികയാണ്. വീട്ടിൽ പിന്നെ അത് അത്ര സുഖകരമായ കാര്യമായിരിക്കില്ല. കാരണം ഈ കണ്ണനോടുള്ള അതിയായ സ്നേഹമൊക്കെ ഔസേപ്പേട്ടന് മാത്രമാണ്. അത് വീട്ടിൽ ചെറിയ മുറുമുറുപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഔസേപ്പേട്ടൻ പറഞ്ഞൊരു കാര്യം, അത് നിന്നെപ്പോലെ തന്നെയാണ് എനിക്കും, അവനെനിക്ക് മകനെ പോലെയാണെന്നാണ് പറയുന്നത്. അങ്ങനെ കണ്ണൻ എപ്പോഴും കിടക്കാറുള്ള അതേ സ്ഥലത്ത് കൊണ്ട് കണ്ണനെ കെട്ടുകയും കണ്ണന് അത്യാവശ്യം മുറിവുകളൊക്കെ ഉണ്ട്, അവിടെ ചെറിയ മരുന്നൊക്കെ വെക്കുകയും അടുത്ത ദിവസം നേരത്തെ എഴുന്നേറ്റ് കണ്ണന് കൊടുക്കേണ്ട മരുന്നുകളും ഒക്കെ ആയിട്ട് ഔസേപ്പേട്ടൻ വരുമ്പോഴേക്കും കണ്ണൻ അവിടെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. എഴുത്തുകാരൻ അത് അവസാനിപ്പിക്കുന്നത് തൻ്റെ യജമാനൻ്റെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ കാണാതിരിക്കാൻ വേണ്ടിയായിരിക്കും കണ്ണൻ മരണം പ്രാപിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ ഈ കഥയിൽ ഒരു കൃഷിക്കാരനും അദ്ദേഹത്തിന് തൻ്റെ കൃഷിയിടത്തിൽ അദ്ദേഹവുമായി സഹവസിക്കുന്ന മൃഗവും ഒക്കെ ആയിട്ടുള്ള ആത്മബന്ധത്തെ, വൈകാരിക ബന്ധത്തെ അതിതീക്ഷ്ണമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കഥകളിൽ ഈ മൃഗങ്ങളും മനുഷ്യനും എന്നൊക്കെ പറയുന്നത്, അതേസമയം കാട്ടുമൃഗങ്ങളെക്കുറിച്ചും മനുഷ്യരുണ്ടാകുന്ന പോരാട്ടത്തെക്കുറിച്ചും പറയുന്നുണ്ട്. മണ്ണിനോടുള്ള മനുഷ്യൻ്റെ സ്നേഹം എന്ന് പറയുന്നതിനെ അദ്ദേഹം മറ്റൊരു തരത്തിലാണ് കാണുന്നത്. കർഷകരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം ധാരാളം കഥകൾ എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കുടിയേറ്റ കർഷകരാണ് അദ്ദേഹത്തിൻ്റെ പ്രമേയം. വയനാടൻ മലകളിലൊക്കെ കുടിയേറ്റം നടത്തി കൃഷി ചെയ്യുകയും ആനയും അതുപോലെ കാട്ടുമൃഗങ്ങളും ഒക്കെ ആയിട്ട് മല്ലടിക്കുകയും ഒക്കെ ചെയ്യുന്ന കഥകളുണ്ട്. അതിൽ ഒരു ആന ചവിട്ടിക്കൊന്ന കറിയാമാപ്പിളയുടെ കഥയുണ്ട്. അദ്ദേഹം തൻ്റെ കൃഷിയിടത്ത് ധാരാളം കൃഷി നടത്തുകയും ആന വന്ന് നിരന്തരം നശിപ്പിക്കുകയും അദ്ദേഹം അതിന് ആനയെ തടയാനുള്ള ചില പരിശ്രമങ്ങൾ നടത്തുകയും കാവലിരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ദിവസം അദ്ദേഹത്തെ വന്നൊരു ആന വന്ന് ചവിട്ടിക്കൊല്ലുകയാണ്. അതിനെതിരെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയൊന്നും ഉണ്ടാകാത്തതിനെ കുറിച്ചൊക്കെ ഈ മനുഷ്യമൃഗ സംഘർഷത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ കഥകളിലുണ്ട്. അതുപോലെ
മലയാളത്തിൽ കഥ എഴുതിയതിന് ആദ്യമായി ജയിലിൽ കിടക്കുന്ന ആളും പൊൻകുന്നം വർക്കിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം മോഡൽ എന്ന് പറയുന്നൊരു കഥ എഴുതി. അത് സർ സി പിക്കെതിരെ എഴുതിയ കഥയാണ്. സർ സി പിയുടെ പട്ടാളത്തെ എന്നൊക്കെ കോളേജിലൊക്കെ പഠിച്ചവരാണെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കാർ സമരം നടത്തുമ്പോൾ എങ്കിലും കേട്ടിട്ടുണ്ടാവും. ആ സർ സി പി എന്ന് പറയുന്ന അക്കാലത്തൊരു ഏകാധിപതിയെ പോലെ ഭരിച്ചിരുന്ന ഇവിടുത്തെ ഒരു ദിവാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണ മാറ്റങ്ങളെ മോഡൽ എന്ന് പറയുന്ന കഥയിൽ അമേരിക്കൻ മോഡലായിട്ട് അദ്ദേഹം ഭരിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞാൽ കളിയാക്കിക്കൊണ്ട് എഴുതിയതാണ്. അതിൻ്റെ പേരിൽ സർ സി പി ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ പൗരോഹിത്യത്തിനെതിരെയുള്ള കഥകൾ, അന്തോണി നീയും അച്ഛനായോടാ എന്ന് പറയുന്ന കഥയിൽ ഈ പുരോഹിതന്മാർക്ക് ഉണ്ടായിരുന്ന വഴിവിട്ട ബന്ധങ്ങളെ കളിയാക്കിക്കൊണ്ടുള്ളൊരു കഥയാണ്. അതിലൊരു ഇടവക വികാരി എല്ലാ ദിവസവും വളരെ കണിശമായ ആളുകൾ പള്ളിയിൽ വരണം എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ പള്ളിയിൽ വരാത്തവരുടെ കാര്യങ്ങളൊന്നും നടത്തി കൊടുക്കാത്ത കണിശക്കാരനായ ഒരു ഇടവക വികാരിയാണ് അതിൽ കഥാപാത്രം. അപ്പം അദ്ദേഹത്തിനൊരു സഹായിയായിട്ടുള്ള ആളാണ് അന്തോണി. അദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ കൂടെ നിൽക്കുന്നതാണ്. അപ്പോൾ ഇദ്ദേഹം എല്ലാ ദിവസങ്ങളും ചില വീടുകൾ സന്ദർശിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം, കുറച്ച് ദിവസങ്ങളായിട്ട് തൻ്റെ ഇടവകയിലെ ഒരു കുടുംബത്തെ പള്ളിയിൽ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അന്ന് ഈ വീട് സന്ദർശിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. ആ വീട്ടിലെ അവരൊന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന് കുറുകെ ഒരു പൂച്ച ചാടും. അപ്പോൾ പൂച്ച ചാടിയ ശകുനം നല്ലതല്ലെന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചു വരും. ശരിക്കും കളിയാക്കല. ഈ ക്രിസ്തുമത വിശ്വാസം ശരിക്കും ശകുനവും ഇല്ല, പക്ഷേ അച്ഛന്മാർ അന്ധവിശ്വാസങ്ങളെയൊക്കെ കളിയാക്കുവാണ്. അദ്ദേഹം ഈ പൊൻകുന്നം വർക്കി സ്വയം പറയുന്നൊരു കാര്യം, ക്രിസ്തുവിൻ്റെ ആശയങ്ങൾ കമ്മ്യൂണിസത്തിലൂടെ നടപ്പാക്കണം. ഇതാണ് എൻ്റെ ആശയം. ക്രിസ്തു പറഞ്ഞതും കമ്മ്യൂണിസവും തമ്മിൽ ചില ബന്ധങ്ങളുണ്ട്, വേണമെങ്കിൽ കണക്ഷൻസ് നമുക്ക് കാണാം. അപ്പോൾ അദ്ദേഹം പറയുന്നത് ക്രിസ്തുവിൻ്റെ ആശയങ്ങൾ, സഹോദരനെ സ്നേഹിക്കുക ഒക്കെ വേണം, ഇല്ലാത്തവനിൽ നിന്നുള്ളവന് കൊടുക്കണം, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. ഇത് പക്ഷെ നടപ്പാക്കാൻ ക്രിസ്തു പറഞ്ഞ ത്യാഗത്തിൻ്റെ വഴി പോരാ, കമ്മ്യൂണിസത്തിൻ്റെ വഴി വേണമെങ്കിൽ സ്വീകരിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ അച്ഛൻ്റെ സഹായിയായ അന്തോണിക്ക് തോന്നും, എന്നാൽ ഞാൻ പോയി അവിടുത്തെ വിശേഷമൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ലോഹി എടുത്തിട്ട് പോവാണ്. അപ്പോൾ അദ്ദേഹം വീടിൻ്റെ പുറകുവശത്ത് ചെന്ന് കതകിൽ മുട്ടുകയും, അപ്പോൾ ഒരു അന്നത്തെ അരണ്ട വെളിച്ചമാണല്ലോ, വിളക്കെടുത്ത് കൊണ്ടുവരുമ്പോൾ ലോഹ കാണുമ്പോൾ അച്ഛനാണെന്ന് കരുതി വീട്ടിലെ അമ്മച്ചി മകളോട് ചെല്ലാൻ പറയാണ്. അങ്ങനെ മകള് കയ്യിലൊരു പാത്രം ചക്കയുമായി ചെന്ന് അച്ഛന് ഭക്ഷണമായിട്ട് ചക്ക വായിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞ് അമ്മ വിളക്കുമായി വരുമ്പോഴാണ് അന്തോണിയാണ് അതെന്ന് കാണുന്നത്. അപ്പോൾ അമ്മ ചോദിക്കുന്ന ചോദ്യമാണ്, അന്തോണി നീയും അച്ഛനായോടെന്ന്. ശരിക്കും അച്ഛന് ആ കുടുംബവുമായിട്ട് വഴിവിട്ടൊരു ബന്ധമുണ്ട് എന്ന തരത്തിലാണ് കഥ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ പുരോഹിത വർഗം പലപ്പോഴും ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു അധികാര വർഗമാണെന്നും അവർ പലപ്പോഴും ക്രിസ്തുവിൻ്റെ മാർഗങ്ങളിലൂടെ അല്ല സഞ്ചരിക്കുന്നതെന്നൊക്കെയുള്ള വലിയ അധികാര വിമർശനം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ കഥയിലും ഉള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കഥകൾ പറഞ്ഞു. പിന്നെ പോലീസ് മർദ്ദനത്തെക്കുറിച്ചും ജാതീയമായ അനാചാരങ്ങൾക്കെതിരെയൊക്കെ അദ്ദേഹം കഥകൾ എഴുതിയിട്ടുണ്ട്. രാഷ്ട്രീയ കഥകൾ എഴുതിയിട്ടുണ്ട്. പുരോഗമന സാഹിത്യ സംഘടനയുടെ സെക്രട്ടറിയുമായിരുന്നു. ഈ വിപ്ലവാശയങ്ങൾ, മാറ്റങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും എഴുത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയാം. ഓക്കെ, നമുക്ക് ബഷീർ തൊട്ട് നാളെ എടുക്കാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞതോ ഇനി പറയേണ്ടതൊക്കെ ആയിട്ട് 3 എഴുത്തുകാരെ നമ്മൾ പരിചയപ്പെട്ടു. വായിക്കുന്നത് നല്ലതാണ്. അതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ തന്നെ അത് വായിക്കണം എന്നല്ല നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഈ പഠനത്തിൽ അഡീഷണൽ കഥകൾ നിങ്ങൾക്ക് സൗകര്യം പോലെ വായിക്കുന്നത് നല്ലതാണ്. ഇതിൽ തന്നെ ഒരു ചോദ്യത്തിന് എഴുതാവുന്നതിൽ കൂടുതൽ കണ്ടന്റ് മെറ്റീരിയലുണ്ട്. പക്ഷേ ഇതിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടേതായ രീതിയിലേക്ക് കൊണ്ടുവരാൻ കഥകളൊക്കെ വായിച്ചാൽ നല്ലതാണ്. എന്ന് വെച്ചാൽ ഇത് ഉടനെ തന്നെ പോയി വായിക്കണമെന്നല്ല. നിങ്ങൾ സ്വാഭാവികമായി ഇനി ഇവരെ വീണ്ടും വീണ്ടും കേൾക്കും, പല സ്ഥലത്ത് കാണും, ചിലപ്പോൾ ഒരു കഥയൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടും. അങ്ങനെയുള്ള സമയത്ത് ഈ എഴുത്തുകാർക്ക് പ്രാധാന്യം കൊടുത്ത് വായിക്കണം. ഈ എഴുത്തുകാർ അവരെയാണ് പേരെടുത്ത് ചോദിക്കാറ്. നവോത്ഥാന കാല എഴുത്തുകാരെയാണ് പേരെടുത്ത് ചോദിക്കാറ്. അപ്പോൾ അവരുടെ പിന്നെ ചില പ്രധാനപ്പെട്ട സ്ത്രീ എഴുത്തുകാരികളൊക്കെ ഉണ്ട്, അവരെ പേരെടുത്ത് മാധവിക്കുട്ടി, അതുപോലെ അങ്ങനെ കുറച്ച് പേരുടെ സരസ്വതി അമ്മ, ലളിതാംബിക അന്തർജന, അവരെയൊക്കെ പേരെടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അവരുടെ കഥകളൊക്കെ നമുക്ക് വായിക്കാം. ഞാൻ കഥകൾ കുറച്ചിങ്ങനെ പേരുകൾ പറയാം. കഥകളൊരു സ്ട്രക്ചറാണ് ഞാൻ പറയുന്നത്. നമ്മുടെ എന്താണ് എഴുത്തുകാരെന്ന് പരിചയപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. ഓൺലൈനിലുള്ളവർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞായറാഴ്ച ദിവസമാണ് കുറച്ച് നിർത്തിയതാണ്, നിങ്ങളിത് ടയേർഡാണ്. നമ്മുടെ സമയം രാവിലത്തേക്ക് ആക്കാം. ഓപ്ഷൻ സമയം രാവിലത്തേക്ക് ആക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ആഴ്ചത്തേക്ക് ക്ലാസ് റൂം ശരിയാവും. അപ്പോൾ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ടയേർഡാണ്. പൊതുവിൽ ഓപ്ഷൻസ് രാവിലെ ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്, നിങ്ങൾക്ക് ഇത്തിരി ഫ്രഷ് ആയിരിക്കും. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മെറ്റീരിയൽ അത്യാവശ്യം കണ്ടന്റ് ഉണ്ട് എഴുത്തുകാരെ കുറിച്ച് നിങ്ങൾക്ക് വായിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ളത്.
ഓക്കെ അല്ലേ? പറഞ്ഞത്രയും എഴുത്തുകാർക്ക് വരുന്ന ചേഞ്ച് എന്താണ്, അവരുടെ കാലഘട്ടം എങ്ങനെ സ്വാധീനിക്കുന്നു, അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ എന്താണ്, ഇതാണ് നമ്മുടെ ഫോക്കസ്. ഇത് മലയാളം ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു സാമൂഹിക അവസ്ഥയെ തന്നെയാണ് ഇവർ അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നത്. സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് കഥകളിലൂടെ പറയാൻ ശ്രമിക്കുന്നതെന്ന് നമുക്ക് പറയാം. ഓക്കെ, നമുക്ക് നാളെ 7 മണിക്കായിരിക്കും ക്ലാസ്. നാളെയും മറ്റന്നാൾ 7 മണിക്കാണ്, 6:45 ഇവിടെ വേറെ ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് 2 ദിവസത്തേക്ക് 7 മണിക്കായിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി അടുത്ത ആഴ്ച തൊട്ടുള്ള സമയവും കാര്യങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യാം, നിങ്ങളെ ഗ്രൂപ്പിൽ തന്നെ അറിയിക്കും. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. Recording stopped.